Welcome to M-Favor Learning App. Myself Bushra. So, നമുക്ക് ഡിവിഷണൽ അക്കൗണ്ടന്റ് എക്സാംസിന് ട്രൈ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് പുതിയ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, സോ എല്ലാവരും ജോയിൻ ചെയ്യുക. നമ്മുടെ M-Favor ലേണിംഗ് ആപ്പിലെ ക്ലാസ് എല്ലാവരും കറക്റ്റായി ഫോളോ ചെയ്യുക. ഓക്കെ, സോ കറക്റ്റായിട്ട് നിങ്ങൾ ക്ലാസ്സസ് നോട്ട്സ് എല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ ഈ ഒരു പൊസിഷനിലോട്ട് എത്താനും നല്ലൊരു ഇതിൽ സക്സസിലോട്ട് എത്താനും സാധിക്കും. ഓക്കെ, സോ നമ്മൾ ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് ഇപ്പോൾ എങ്ങനെയൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ ബേസിക് ആയിട്ട് കോൺസെപ്റ്റിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, അതിനുശേഷം ഇന്റർമീഡിയറ്റ് പിന്നെ അഡ്വാൻസ്ഡ് ആ ലെവലിലോട്ടായിരിക്കും പോവുക. ഓക്കെ, സോ ഡിവിഷണൽ അക്കൗണ്ടന്റ് എക്സാമിന് ഇപ്പം നിങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് എല്ലാ ക്ലാസ്സസും കറക്റ്റായിട്ട് മിസ് ചെയ്യാതെ തന്നെ അറ്റൻഡ് ചെയ്യുക. ഡൗട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് തന്നെ ക്ലാരിഫൈ ചെയ്യുക. ഓക്കെ, സോ എല്ലാവിധ സപ്പോർട്ടും എപ്പോഴും നിങ്ങളുടെ കൂടെ എപ്പോഴും M-Favor ലേണിംഗ് ആപ്പ് എപ്പോഴും ഏത് സമയത്തും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഉടനെ ക്ലാരിഫൈ ചെയ്യാനും എല്ലാ സപ്പോർട്ടും തീർച്ചയായിട്ടും 100% ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ഓക്കെ, സോ വെൽക്കം, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഓറിയന്റേഷൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള എന്തൊക്കെ സിലബസ് ഒക്കെയാണ്, അതേപോലെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ജസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു ബേസിക് ആയിട്ടാണ് ഇപ്പം ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മുടെ സ്റ്റഡി പ്ലാൻ പ്രകാരം നമുക്കിപ്പം നെക്സ്റ്റ് മൺഡേ തൊട്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇന്ന് ആക്ച്വലി നമുക്കിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിരിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ടോട്ടൽ ഇപ്പം നമുക്ക് 10 മൊഡ്യൂൾസ് ആണ് തന്നിരിക്കുന്നത്. സോ ആ 10 മൊഡ്യൂൾസിലും ഇപ്പം ഓരോ ടോപ്പിക്കുകളും ജസ്റ്റ് എന്താണെന്നും അതിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് PSC ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിരിക്കുക എന്നും മാത്രം ജസ്റ്റ് ഒന്ന് ഞാൻ ഡിസ്കസ് ചെയ്ത് തരാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ടൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഓക്കെ, സോ ഇതിൽ യൂണിറ്റ്സ് എന്ന് പറയുമ്പം എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടോട്ടലി നമുക്കിപ്പോൾ എങ്ങനെ തന്നിരിക്കുന്നത് വെച്ചാൽ മൊഡ്യൂൾ 1, അതേപോലെ തന്നെ മൊഡ്യൂൾ 2, നെക്സ്റ്റ് ഓരോന്നും തന്നിട്ടുണ്ട്. മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4, മൊഡ്യൂൾ 5, അങ്ങനെ മൊഡ്യൂൾ 6, 7, 8, 9, 10 വരയ്ക്കും ടോട്ടൽ മൊഡ്യൂൾസ് ഉണ്ട്. ഓക്കെ, സോ ഇതിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 30 മാർക്സിനാണ്. അപ്പോൾ നമ്മുടെ പ്രിലിംസ് എക്സാമിനാണ് ആക്ച്വലി അപ്പോൾ നമ്മുടെ ക്ലാസ് ഇപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പ്രിലിംസ് കഴിഞ്ഞ് എല്ലാവരും പാസ്സായതിനു ശേഷം പ്രിലിംസ് ക്ലിയർ ചെയ്തതിന് ശേഷമായിരിക്കും നെക്സ്റ്റ് വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടേക്കും വരിക. സോ ആദ്യം പ്രിലിംസിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും നമുക്ക് എടുത്തു പോകുക. സോ നമ്മൾ ആദ്യം ക്ലാസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെയിലി ക്ലാസ് എടുത്തതിന് ശേഷം ഒരു 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉടനെ തന്നെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ വർക്കൗട്ട് ചെയ്ത് നോക്കുക. വർക്കൗട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ ഉടനെ തന്നെ ക്ലാസ്സിന് ബേസ് ചെയ്തിട്ടായിരിക്കും ഡെയിലി ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ നമുക്ക് മൺഡേ ടു ഫ്രൈഡേ ആണ് ഡിവിഷണൽ അക്കൗണ്ടിന് ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലൈവ് ക്ലാസ് ഇപ്പോൾ എങ്ങനെ ക്രിയേറ്റ് ഇപ്പം നൈറ്റ് വന്നിട്ട് 8 to 9 ആണ് അങ്ങനെ ക്ലാസ് എന്നുണ്ടെങ്കിൽ 9 o'clock നമ്മുടെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ഡിസ്കസ് ചെയ്യും. ഒരു 30 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വന്നിട്ട് ഡെയിലി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ആ 30 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതിന് ശേഷം എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പോൾ മൺഡേ ടു ഫ്രൈഡേ ആ 5 ദിവസം ക്ലാസ് ഉണ്ടാവുമല്ലോ. സോ 5 ദിവസത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ക്ലാസ് എടുത്ത് ആ 5 days ക്ലാസ്സും കൂടെ കൂട്ടിയിട്ട് മോക്ക് ടെസ്റ്റ് പോലെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും. അത് നിങ്ങൾ സാറ്റർഡേ ഫുള്ളായിട്ട് ഒന്നും കൂടെ റിഫ്രഷ് ചെയ്തെല്ലാം പഠിച്ചതിന് ശേഷം ഒന്നുകൂടെ റിവൈസ് ചെയ്തതിന് ശേഷം സൺഡേ നിങ്ങൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന പോലെ ഉണ്ടാവും. ഓക്കെ, സോ ഇതിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ സീരിയസ്നെസ്സിൽ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യുക. ഓക്കെ, സോ ഈ തരുന്ന നോട്ട്സ് ഈ തരുന്ന ക്ലാസ്സസ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, സോ നമ്മൾക്കിപ്പോൾ എങ്ങനെയൊക്കെയാന്ന് വെച്ചാൽ ഇപ്പോൾ മൊഡ്യൂൾ 1, 2, 3, 4, 5 അതേപോലെ അങ്ങനെ ടോട്ടൽ മൊഡ്യൂൾ 10 കൊടുത്തിരിക്കുന്നതിൽ ഇപ്പം ഓരോന്നും എങ്ങനെ സിലബസ് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ. സോ ഈ ക്ലാസ്സിൽ നിങ്ങൾ അത് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ വേണ്ടി മാത്രം മതി. ഓക്കെ, ഈ ക്ലാസ്സിന് അപ്പുറത്തേക്ക് നിങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല, ഇത് തന്നെ ഫോളോ ചെയ്താൽ മതി. ഇതിലെ നോട്ട്സുകളുണ്ടാകും, പ്രോബ്ലംസ് ഉണ്ടാകും, അതേപോലെ ഇതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ് ടു ഡേറ്റ് ആയിട്ട് ക്ലാസ് നിങ്ങൾ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളും കൺഫ്യൂഷനും അങ്ങനെയൊന്നും അറൈസ് ചെയ്യില്ല. ഏതെങ്കിലും ഒരു ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് ബിസിയാണ്, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ലൈവ് ക്ലാസ് ഉണ്ട്. ആ ലൈവ് ക്ലാസ് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഇവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് അത് അപ്ലോഡ് ചെയ്ത് ഇത് കഴിഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് അത് ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ ലൈവ് ക്ലാസ്. അതേപോലെ ക്ലാസ് കഴിഞ്ഞുടനെ തന്നെ നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അതേപോലെ അത് ശ്രദ്ധിക്കുക.
അതേപോലെ നിങ്ങളിപ്പം എന്താ നോക്കണ്ടേന്ന് വെച്ചാൽ കൂടുതലായിട്ട് അപ്പം നമ്മളിപ്പം ലൈവ് ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നോട്ട്സ് അപ്ലോഡ് ചെയ്യുമ്പം ആ നോട്ട്സ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ പറയുന്ന ക്ലാസ്സസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി. ഓക്കെ, സോ ഇതിൽ എങ്ങനെയൊക്കെയാന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് ഓരോ മൊഡ്യൂൾസിനും ടോപ്പിക്കായി തന്നിട്ടുണ്ട്. ഫസ്റ്റ് മൊഡ്യൂളിൽ ബുക്ക് കീപ്പിംഗ് അപ് ടു ട്രയൽ ബാലൻസ് അത് തന്നിട്ടുണ്ട് അല്ലേ. സോ അതിൽ എന്തൊക്കെയാണ് വരുന്നത്? ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്, മീനിങ് ആൻഡ് ഡെഫിനിഷൻ, നീഡ്, ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജ്, ബുക്ക് കീപ്പിംഗ്, അക്കൗണ്ടൻസി, ലിമിറ്റേഷൻ ഓഫ് അക്കൗണ്ടിങ്, അങ്ങനെ കുറച്ച് ടോപ്പിക്സുകൾ തന്നിട്ടുണ്ട്. സോ ഇത് എങ്ങനെ നമുക്ക് ക്ലാസ്സിൽ പോകാമെന്ന് വെച്ചാൽ ഇതിന്റെ ബേസിക് ആയിട്ട് ഞാനൊരു ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. എന്തായിരുന്നു ബുക്ക് കീപ്പിംഗ്, അതിനെങ്ങനെയൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള ജേണൽ എൻട്രീസ് വരുന്നത്, ആ ജേണൽ എൻട്രീസ് വന്നിട്ട് അതിന്റെ ഓരോ ഗോൾഡൻ റൂൾസുകൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഞാൻ ബേസിക് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഡെമോയിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് തന്നെ യൂട്യൂബിൽ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ബുക്ക് കീപ്പിംഗ് നിങ്ങൾ യൂട്യൂബിൽ നമ്മുടെ എംഫേവർ ലേണിംഗ് ആപ്പിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ബുക്ക് കീപ്പിംഗ്, അതേപോലെ ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്, പിന്നെ അതേപോലെ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ചെക്ക്. അപ്പം ഇതിന്റെ ക്ലാസ്സുകളൊക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ക്ലാസ് അറിയാനും എന്തൊക്കെയാണ് അതിന്റെ ബേസിക് ആയിട്ട് കോൺസെപ്റ്റുകൾ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ക്ലാസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ. ഓക്കെ, അതിന്റെ ബേസ് ചെയ്തിട്ട് ഒന്നുകൂടെ മൺഡേ നമ്മുടെ ലെസൺ പ്ലാൻ പ്രകാരം സ്റ്റഡി പ്ലാൻ പ്രകാരം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എന്നാലും ഒരു ഐഡിയക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, സോ അപ്പം ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഇപ്പം ഇതുവരെ ഇപ്പം അക്കൗണ്ടൻസി പഠിച്ചിട്ടില്ല, ഫസ്റ്റ് ആണ് അക്കൗണ്ടിങ് പഠിക്കാൻ പോണേ, അങ്ങനെയുള്ള ഒരു സ്റ്റുഡൻസ് ഉണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ടെൻഷൻ ഒന്നും വേണ്ട. ബേസിക് ആയിട്ടുള്ള നമ്മൾ ഫസ്റ്റ് തൊട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അതിന്റെ ഒരു ടെൻഷൻ വേണ്ട. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോയെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം. എന്തെങ്കിലും വാട്സപ്പിലുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. അതിൽ പേഴ്സണലായിട്ട് വാട്സപ്പിൽ ഇപ്പം മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോഴും എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ എംഫെയർ ലേണിംഗ് ആപ്പ് സൈഡിൽ തീർച്ചയായിട്ടും 100% ഉണ്ടാവും. ഓക്കെ, സോ സാറ് 100% ആയിരിക്കും നിങ്ങൾക്ക് എന്തൊക്കെയാണോ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാനുണ്ടാവും സാറും എല്ലാവരും. ഓക്കെ, സോ നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇപ്പം നമുക്ക് ടോട്ടൽ 10 മൊഡ്യൂൾസ് ആണ് ഉള്ളത്. അതിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ മൊഡ്യൂളിലും ജസ്റ്റ് ടോപ്പിക്കുകളും അതിന് ബേസ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ഞാൻ ജസ്റ്റ് കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അത് നിങ്ങളൊന്ന് നോക്കി നോക്കുക. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ്. അതൊന്ന് നോക്കി നോക്കാം കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് മൊഡ്യൂൾ ഇപ്പം നമുക്കറിയാം എന്തായിരുന്നു, ബുക്ക് കീപ്പിംഗ് അപ് ടു ട്രയൽ ബാലൻസ് എന്നായിരുന്നു അല്ലേ. സോ ഫസ്റ്റ് മൊഡ്യൂൾ ഇപ്പം എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പം ജസ്റ്റ് ഒന്ന് ബേസിക്കായി പറഞ്ഞുതരാം. മൊഡ്യൂൾ 1 എന്താന്ന് പറഞ്ഞാൽ ബുക്ക് കീപ്പിംഗ് അപ് ടു ട്രയൽ ബാലൻസ്. ഇനി എന്തായിരുന്നു ബുക്ക് കീപ്പിംഗ്? ബുക്ക് കീപ്പിംഗ് എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഫുള്ളും എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. അത് ഇപ്പം നമുക്ക് ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷനിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് വന്നാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്യണം. So it is very important for each and every organization for keeping എന്തെങ്കിലും ബുക്ക് കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് വെച്ചിരിക്കണം അല്ലെ. ഫോർ കീപ്പിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് വെരി സെക്യൂർലി ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. സോ ബുക്ക് കീപ്പിംഗ് എന്ന് വെച്ചാൽ ഓരോ ഓർഗനൈസേഷനിലെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. അത് എങ്ങനെയായിരിക്കണം റെക്കോർഡ് ചെയ്യേണ്ടത്? സിസ്റ്റമാറ്റിക്കലി ആയിട്ട് റെക്കോർഡ് ചെയ്യുക. എന്താ സിസ്റ്റമാറ്റിക്കലി എന്ന് വെച്ചാൽ സ്ട്രക്ചേർഡ് വേയിലായിട്ടായിരിക്കണം റെക്കോർഡ് ചെയ്യാൻ. ഓക്കെ, അതേപോലെ അക്യുറേറ്റ് അല്ല കറക്റ്റ് ആയിരിക്കണം. ടൈംലി മാനർ. ഇപ്പം നമുക്കറിയാം നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ഓർഗനൈസേഷനിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഓർഗനൈസേഷൻ ആയാൽ ഒരു ബിസിനസ് എന്റർപ്രൈസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റ്, ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു ബിസിനസ് റൺ ചെയ്ത് പോകുമ്പോൾ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്ര പ്രോഫിറ്റ് ഉണ്ട്, എത്ര ലോസ് അറൈസ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്, എന്തൊക്കെ ലോസ് ആണ് ഇൻകർ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ഫുള്ളും അനലൈസ് ചെയ്യണം. ഓക്കെ അല്ലേ. സോ ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഓർഗനൈസേഷനിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ എപ്പോഴാണ് നമ്മുടെ അക്കൗണ്ടിങ് പ്രകാരം ഫിനാൻഷ്യൽ ആസ് പെർ ഗ്യാപ്പ് എന്ന് വെച്ചാൽ എന്താ, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പ്രകാരം നമ്മളുടെ ഫിനാൻഷ്യൽ ഇയർ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യണേ, April 1 തൊട്ടിട്ട് 31 March വരെയാണ് ഫിനാൻഷ്യൽ ഇയർ. സോ ആ ഒരു 1 ഇയറിൽ എന്തൊക്കെയാണോ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ടായത്, സോ അത് ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഓർഗനൈസേഷനിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുക. ഓർഗനൈസേഷനിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമാണ്, ബുക്ക് ആവശ്യമാണ് അല്ലെ. ബുക്ക് എന്ന് വെച്ചാൽ എന്തൊക്കെ ട്രാൻസാക്ഷൻ ആണോ നടന്നത് അതിന് എവിഡൻസ് ആയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ബുക്ക് കീപ്പ് ചെയ്ത് വെക്കണം. സോ ഇവിടെ ഉദ്ദേശിക്കുന്നത്
ബുക്ക് കീപ്പിംഗ് എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഫുള്ളായി റെക്കോർഡ് ചെയ്യുക. അത് എങ്ങനെയായിരിക്കണം റെക്കോർഡ് ചെയ്യാൻ? സിസ്റ്റമാറ്റിക് ആയിട്ടും അക്യുറേറ്റ് ആയിട്ടും ടൈംലി മാനറിൽ വേണം എന്ത് ചെയ്യാൻ? എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യാൻ. ഓക്കെ, അതുകൂടാതെ ഇതിലൂടെ നമുക്ക് എന്ത് ഉറപ്പ് വരുത്താൻ പറ്റും? സോ ഇതിലൂടെ ബിസിനസ്സിനെ പെട്ടെന്ന് തന്നെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അതേപോലെ തന്നെ ഇറ്റ് ഇൻവോൾവ്സ്, അപ്പൊ അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന എന്തൊക്കെയാ? ഫിനാൻഷ്യൽ റെക്കോർഡ്സ് കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ ഫിനാൻഷ്യൽ റെക്കോർഡ് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാ? ഒരു ഓർഗനൈസേഷൻ ആയിക്കഴിഞ്ഞാൽ പർച്ചേസ് എത്രയുണ്ട്, സെയിൽസ് എത്രയുണ്ട്, റെസിപ്റ്റ്, പേയ്മെന്റ്, rather than മാനുവലി ഓർ ത്രൂ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. മാനുവലി പറഞ്ഞാൽ പേപ്പർ റിട്ടേൺ ഫോം ആണ്. ഇപ്പൊ കൂടുതലായിട്ട് അങ്ങനെ പേപ്പർ റിട്ടേൺ ഫോംസ് ഒന്നും ഇല്ല. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്യുക. അതായത് സാപ്പ്, ടാലി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ആയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, സോ സിമ്പിളായി പറയുകയാണെങ്കിൽ എന്തായിരുന്നു ബുക്ക് കീപ്പിംഗ്? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്യുക സിസ്റ്റമാറ്റിക് ആയിട്ടും. സിസ്റ്റമാറ്റിക് എന്ന് വെച്ചാൽ നമ്മളുടെ കൺവീനിയൻസിന് പോലെ റെക്കോർഡ് ചെയ്യുകയല്ല, എന്താണോ ഓർഗനൈസേഷനിലെ റൂൾസും പ്രൊസീജിയറും അത് പ്രകാരം ട്രാൻസാക്ഷൻസ് ഫുള്ളും റെക്കോർഡ് ചെയ്യുക. വളരെ അക്യുറേറ്റ് ആയിട്ട് ടൈംലി മാനറിൽ തന്നെ അക്യുറേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും ബിസിനസിന്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഏത് ലെവലാണെന്ന് നമുക്ക് ഇതിലൂടെ അനലൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നതാണ് എന്തൊക്കെ ചെയ്യണം? ഇറ്റ് ഇൻവോൾവ്സ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ഫിനാൻഷ്യൽ റെക്കോർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാ? പർച്ചേസ്, സെയിൽ, റെസിപ്റ്റ്, പേയ്മെന്റ്. ഒന്നില്ലെങ്കിൽ മാനുവലി ആവാം, അല്ലെങ്കിൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലൂടെ ആകാം. ഓക്കെ, സോ ഇതിന്റെ ബേസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഞാനിപ്പോൾ മൊഡ്യൂൾ 1ന്റെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം തന്നെ. ഇന്ന് തരുന്ന ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒരു നിങ്ങൾക്കൊരു പ്രാക്ടീസ് ആവാൻ വേണ്ടിയിട്ടാണ്. നോർമലി ഇപ്പൊ നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ ക്ലാസ് ആ 1 hour ഇപ്പൊ നമ്മൾ എന്താണോ മൊഡ്യൂൾ 1ലെ ക്ലാസ് എടുക്കുന്നത് ആ ടോപ്പിക്സുകൾ ഓൾറെഡി സാർ ലൈവ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. ആ ലൈവ് ക്രിയേറ്റ് ചെയ്തതിന് എന്തൊക്കെയാണ് ടോപ്പിക്സ് അതായിരിക്കും അന്നത്തെ ക്ലാസ്സിൽ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം ക്ലാസ് നടക്കുക. സോ അത് ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കുക. ഒന്ന് നിങ്ങൾ ലിസൺ ചെയ്യേണ്ടത് ക്ലാസ്സിൽ നന്നായി ഒന്ന് ലിസൺ ചെയ്യുക, വേറെ എവിടെയും ഒന്ന് ലിസൺ ചെയ്യാതെ ആ ക്ലാസ്സിൽ നന്നായി ലിസൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ആ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇപ്പൊ പറഞ്ഞത് ക്ലാസ് നിങ്ങൾക്ക് ഇപ്പം ഞാൻ ബുക്ക് കീപ്പിംഗ് എന്താന്ന് പറഞ്ഞു ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്തു അല്ലെ. അത് April 1 to 31 March. അതെ, സോ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഇത്രയും പറഞ്ഞതിൽ ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതായത് ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ബുക്ക് കീപ്പിംഗ് എന്താണ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാ വരാ എന്നൊക്കെ ചോദിച്ചിരുന്നു. അത് ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മളിപ്പം എന്താന്ന് വെച്ചാൽ ബുക്ക് കീപ്പിംഗ് ഇപ്പം ഒരു ജസ്റ്റ് ഒന്ന് മീനിങ് പറഞ്ഞു അല്ലെ. അതിന് ബേസ് ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി പോകാം. സോ ഫസ്റ്റ് ആണ് വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ബുക്ക് കീപ്പിംഗ്? അതായത് ബുക്ക് കീപ്പിംഗിന്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് എന്തറിയാം? ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ABCD ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ABCD തന്നിട്ടുണ്ട്. അതിൽ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. സോ മെയിൻ പർപ്പസ് ഓഫ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് എന്താ? വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ബുക്ക് കീപ്പിംഗ് എന്ന് ചോദിച്ചാൽ ഇപ്പൊ മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞു ബുക്ക് കീപ്പിംഗ് എന്തിനാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നതെന്ന്. ഫസ്റ്റ് എന്താ? ടു പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ടു റെക്കോർഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, ടു കാൽക്കുലേറ്റ് ടാക്സസ്, ടു പേ എംപ്ലോയീസ്. അപ്പൊ എന്താണ് ആൻസർ? മെയിൻ പർപ്പസ് ഓഫ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ എന്താ? ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞു എന്തായിരുന്നു? റെക്കോർഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു? റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ ബി. ഓക്കെ, ഇത് അതെ, യെസ്, ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോകാം. അങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടില്ല, ഇത് ബേസ് ചെയ്തിട്ട് തന്നെ ക്ലാസ് മുന്നോട്ട് പോകുക കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ബുക്ക് കീപ്പിംഗ്? ബുക്ക് കീപ്പിംഗിന്റെ പാർട്ടിലെ വരാത്തത് ഏതാണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഓപ്ഷൻസ് എന്തൊക്കെയാ? ജേർണലൈസിങ്, പോസ്റ്റിംഗ് ടു ലെഡ്ജർ, പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. സോ ബുക്ക് കീപ്പിംഗിൽ വരാത്തത് എന്തൊക്കെയാ? അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ബുക്ക് കീപ്പിംഗിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുക? ജേർണൽ ചെയ്യും, അതേപോലെ തന്നെ ഏതൊക്കെയാണ് അക്കൗണ്ട്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും, ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു അല്ലെ.
സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ബുക്ക് കീപ്പിംഗ്. ബുക്ക് കീപ്പിംഗിന്റെ പാർട്ടിലേ വരാത്ത സംഭവം ഏതായിരുന്നു? പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു അല്ലേ? സോ ഓപ്ഷൻ സി ആണ് പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, കിട്ടുന്നുണ്ടോ? യെസ്, വെരി ഗുഡ് അനു, ഓപ്ഷൻ സി ആണ്. സോ അതേപോലെ തന്നെ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സിൽ ലിസൺ ചെയ്തതിന്റെ ബേസിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ്, വിച്ച് ഡോക്യുമെന്റ് റെക്കോർഡ് ഓൾ ട്രാൻസാക്ഷൻ ഇൻ ദ ഓർഡർ ഇൻ വിച്ച് ദേ ഒക്കർ. ഏത് ഡോക്യുമെന്റിലാണ് എല്ലാ ട്രാൻസാക്ഷൻസും ഓർഡർ ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കണേ. അപ്പൊ ഏത് ഡോക്യുമെന്റിലായിരുന്നു? ജേണൽ ആണോ, ട്രയൽ ബാലൻസ് ആണോ, ബാലൻസ് ഷീറ്റ് ആണോ, ലെഡ്ജർ ആണോ? നമ്മുടെ ആൻസർ എന്താ? ഏതിലാണ് നമ്മൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെ ഡോക്യുമെന്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഏതെന്നായിരിക്കും? ജേണലിലാണ്. സോ നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ എ. ഓക്കെ, ഓക്കെ ആണോ? ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, വെരി ഗുഡ് അനു. അപ്പൊ ഇനി നെക്സ്റ്റ് ആണ് പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് എൻട്രീസ് ഫ്രം ജേണൽ ടു ലെഡ്ജർ. അതായത് നമ്മളിപ്പം ജേണൽ എൻട്രീസ് എഴുതിയല്ലോ, ജേണൽ എൻട്രീസ് നമ്മൾ എന്ത് ചെയ്തു അല്ലെ? സോ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ നമ്മൾ എഴുതിയ ജേണൽ എൻട്രീസ് ട്രാൻസ്ഫർ ചെയ്യണം. പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് എൻട്രീസ്, ആ എൻട്രീസ് എവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുക? ജേണലിൽ നിന്നും ലെഡ്ജറിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ജേണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഒരു ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ടാകും. ആ ട്രയൽ ബാലൻസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? അതിന് പ്രകാരം ജേണൽ എൻട്രീസ് എഴുതുക. ജേണൽ എൻട്രീസ് എഴുതിയതിനു ശേഷം നമ്മൾ അതിൽ നിന്നും എവിടേക്കായിരിക്കും ഇത് ട്രാൻസ്ഫർ ചെയ്യുക? ലെഡ്ജറിലോട്ട് അല്ലെ? സോ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് എൻട്രീസ്. അപ്പോൾ എൻട്രീസ് ട്രാൻസ്ഫർ ചെയ്യണം ജേണലിൽ നിന്നും ലെഡ്ജറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണ എൻട്രീസ്. സോ അതിനെ പറയുന്നതാണ് എന്ത്? ഓപ്ഷൻ എ, പോസ്റ്റിംഗ്. ഓക്കെ, സോ അതാണ് എന്താണ് ആൻസർ? പോസ്റ്റിംഗ്. സോ പോസ്റ്റിംഗ്, റെക്കോർഡിംഗ്, ബാലൻസിംഗ്, ക്ലാസിഫൈങ്. സോ നമ്മുടെ ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ എ, പോസ്റ്റിംഗ് ആണ്. ഓക്കെ, പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് എൻട്രീസ് ഫ്രം ദ ജേണൽ ടു ദ ലെഡ്ജർ. ജേണലിൽ നിന്നും ലെഡ്ജറിലോട്ട് എൻട്രീസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് എന്താ പറയുക? പോസ്റ്റിംഗ്. ഓക്കെ, ക്ലിയർ ആയോ? ഇപ്പൊ ഇത്രയും പറഞ്ഞതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ശരി. അപ്പൊ ഇതുപോലെ തന്നെ എല്ലാവരും കറക്റ്റായി എല്ലാ ക്ലാസ്സിലും റെസ്പോണ്ട് ചെയ്യുക. ഫസ്റ്റ് മാത്രം ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഇതേപോലെ ആക്റ്റീവായിട്ട് ക്ലാസ് എൻഡ് വരെ ഉണ്ടായിരിക്കണം. എപ്പോഴും അടിപൊളി 100% സപ്പോർട്ടായിട്ട് കൂടെ തന്നെ ഞാൻ ഉണ്ടാകും. അതേപോലെ ക്ലാസ് നന്നായിട്ട് തന്നെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകണം കേട്ടോ. ഇതേ ആക്റ്റീവായിട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ആണ് എ ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ടു ചെക്ക് ദ അക്യുറസി ഓഫ്. ആക്ച്വലി ഒരു ട്രയൽ ബാലൻസ് എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ടു ചെക്ക് ദ അക്യുറസി ഓഫ്. എന്തിന്റെ അക്യുറസി ചെക്ക് ചെയ്യാനായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കണം. എന്തിനാ ട്രയൽ ബാലൻസിന്? നമുക്കറിയാം എന്തായിരിക്കണം? ഡെബിറ്റും ക്രെഡിറ്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കണം അല്ലെ? സോ എന്തിന്റെ അക്യുറസി പറഞ്ഞാൽ എന്താ? എത്രത്തോളം കറക്റ്റ് ആയിട്ടത് ചെക്ക് ചെയ്യാനാണ്. അപ്പൊ എന്തിന്റെ ആയിരുന്നു? ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. എന്തൊക്കെ ഓപ്ഷൻസ് തന്നിട്ടുള്ള? ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, ജേണൽ എൻട്രീസ്, പ്രോഫിറ്റ് ഓർ ലോസ്, സ്റ്റോക്ക് വാല്യൂ. സോ നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ എ, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആണ്. ഓക്കെ, സോ എ ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ടു ചെക്ക് ദ അക്യുറസി ഓഫ്. ഒരു ട്രയൽ ബാലൻസ് എന്തിനായിരുന്നു പ്രിപ്പയർ ചെയ്യണേ? ടു ചെക്ക് ദ അക്യുറസി. അക്യുറസി എന്നിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏതിന്റെ അക്യുറസി ചെക്ക് ചെയ്യാനാ? ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആണോ, ജേണൽ എൻട്രി ആണോ, പ്രോഫിറ്റ് ഓർ ലോസ് ആണോ, സ്റ്റോക്ക് വാല്യൂ ആണോ? നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഓക്കെ, സോ ഇത് ഫുള്ളും ഞാൻ ഡിസ്കസ് ചെയ്തത് എന്താന്ന് വെച്ചാൽ മൊഡ്യൂൾ 1 ഇപ്പൊ നമ്മുടെ സിലബസ് കൊടുത്തിട്ടുണ്ട് അല്ലെ? ബുക്ക് കീപ്പിംഗ് അപ് ടു ട്രയൽ ബാലൻസ് കൊടുത്തിട്ടുണ്ട്. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ബുക്ക് കീപ്പിംഗ് എന്താണ് അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ ഇപ്പോൾ മൊഡ്യൂൾ 1 ജസ്റ്റ് ഒന്ന് ബേസിക് നിങ്ങൾക്ക് ക്ലിയർ ആണോ? മൊഡ്യൂൾ 2 ജസ്റ്റ് പോയി നോക്കാം. ഓക്കെ, ജേണൽ എൻട്രി എന്ന് പറയാൻ പറ്റില്ലേ? പറ്റും. ജേണൽ എൻട്രി തന്നെ പറയാൻ പറ്റും. ഓക്കെ മാം, ഇതുപോലെയാണോ പ്രിലിംസ് ക്വസ്റ്റ്യൻസ്? അതെ, ഇപ്പൊ നമുക്ക് ഇതുപോലെ ആയിരിക്കും പ്രിലിംസ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ 10 മൊഡ്യൂൾസ് ഉണ്ട്. അതിൽ 10 മൊഡ്യൂൾസ് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് കുറച്ച് ടോപ്പിക്സുകൾ തന്നിട്ടുണ്ട്. സോ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. ആ ക്ലാസ്സിന് ശേഷം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ ആ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കുറെ വർക്കൗട്ട് ചെയ്താൽ മതി. നമ്മുടെ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, ജേണൽ എൻട്രീസ് കറക്റ്റ് ആയാലല്ലേ ഡെബിറ്റും ക്രെഡിറ്റും കറക്റ്റ് ആവുകയുള്ളൂ. അതെ, ഡെബിറ്റും ക്രെഡിറ്റും ഇപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പൊ ട്രയൽ ബാലൻസ് എന്ന് വെച്ചാൽ ഡെബിറ്റും ക്രെഡിറ്റും രണ്ട് സൈഡും ടാലി ആയിരിക്കണം. എന്താണ് ട്രയൽ ബാലൻസ്, അതിന് എന്തിനാ പ്രിപ്പയർ ചെയ്യണേ, അതൊക്കെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഡീപ്പായി പറഞ്ഞു തരാം. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ട്രയൽ ബാലൻസ് ആക്ച്വലി ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ജേണൽ എൻട്രീസിൽ കറക്റ്റ് ആയാൽ ഡെബിറ്റും ക്രെഡിറ്റും കറക്റ്റ് ആവുകയുള്ളൂ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജേണൽ എൻട്രീസ് കറക്റ്റ് ആയാൽ മാത്രമേ ആ ജേണൽ എൻട്രി എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ? ലെഡ്ജറിലോട്ട്. അപ്പൊ ട്രാൻസ്ഫറിങ് എൻട്രീസ് ഫ്രം ജേണൽ ടു ലെഡ്ജർ എന്ന് പറയുന്നതാണ് എന്ത്? പോസ്റ്റിംഗ്. ഓക്കെ,
അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ടു ചെക്ക് ദ അക്യുറസി ഓഫ് ജേർണലിസ്റ്റ്. അതെ, ട്രയൽ ബാലൻസ് ആക്ച്വലി എന്തിനാ പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ചാൽ കറക്റ്റ് ശാരീരിക എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ ജേർണൽ എൻട്രീസിന്റെ അക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യണേ. ഓക്കെ, സോ നമുക്ക് മൊഡ്യൂൾ 2 മൂവ് ചെയ്യാം. ഇപ്പൊ ഈ മൊഡ്യൂൾ 1 എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ക്ലാരിഫൈ ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് നമ്മുടെ മൊഡ്യൂൾ 2 എന്ന് പറയുന്നത്. എന്തായിരുന്നു നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആണ്. ഓക്കെ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ആദ്യം അതിന് ബേസ് ചെയ്തിട്ട് ആദ്യം ജസ്റ്റ് അത് എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ മൊഡ്യൂൾ 2 ഇപ്പം ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റിൽ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ട്രേഡിംഗ് അക്കൗണ്ട് ആക്ച്വലി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ട്രേഡിംഗ് അക്കൗണ്ട് നമുക്ക് എന്തിനാ പ്രിപ്പയർ ചെയ്യണമെന്ന് ആദ്യം നോക്കാം കേട്ടോ. ട്രേഡിംഗ് അക്കൗണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടു ഡിറ്റർമൈൻ ദ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ് ബൈ എ ബിസിനസ് ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ്. എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ ട്രേഡിംഗ് അക്കൗണ്ട് ആക്ച്വലി എന്തിനെ പ്രിപ്പയർ ചെയ്യണേ പറഞ്ഞാൽ എത്രത്തോളം ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്, എത്രത്തോളം ലോസ് ഉണ്ട്. ഇപ്പം ഞാൻ സിമ്പിളായി പറയണമെങ്കിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബിസിനസ് എന്റർപ്രൈസ് വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് എന്തിനാണ് ആക്ച്വലി നമുക്ക് അറിഞ്ഞിരിക്കണം ഗ്രോസ് പ്രോഫിറ്റ്, എത്ര പ്രോഫിറ്റ് ഉണ്ട്, എത്ര ലോസ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം. So for the purpose of determining the profit or loss in the business, we have to prepare financial statements. എന്തിനു വേണ്ടിയിട്ടാ? It is for knowing the financial position of a business during a period of time. എന്ന് വെച്ചാൽ വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം ഓർഗനൈസേഷന്റെ കറന്റ് പൊസിഷൻ, ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ബിസിനസ് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ട്രേഡിംഗ് അക്കൗണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമുക്ക് എത്ര ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്, എത്ര ലോസ് ഉണ്ടെന്ന് ഒരു പർട്ടിക്കുലർ പീരീഡ് നമുക്ക് അറിയാൻ സാധിക്കും. ഫസ്റ്റ് തിങ്. അപ്പോൾ സിമ്പിളായി നിങ്ങൾ എന്താ മനസ്സിലാക്കട്ടെ എന്ന് വെച്ചാൽ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഗ്രോസ് പ്രോഫിറ്റ് അനലൈസ് ചെയ്യുക. ട്രേഡിംഗ് അക്കൗണ്ടിൽ പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ എന്ന് അനലൈസ് ചെയ്യാൻ സാധിക്കും ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ പ്രിപ്പയർ ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ് 31st March എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ എങ്ങനെയാണ് ആ 31st March ആ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ എന്ന് അനലൈസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഓക്കെ ആണോ? സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ ഡയറക്റ്റ് കോസ്റ്റ്. ആക്ച്വലി ട്രേഡിംഗ് അക്കൗണ്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എല്ലാ ഡയറക്റ്റ് കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്, ഒരു ഗുഡ്സും സർവീസും എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അതിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാ? പർച്ചേസ്, സെയില് ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് എന്ത്? COGS കേട്ടോ. എന്തായിരുന്നു COGS? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കേട്ടോ. സോ എന്തിനൊക്കെയായിരുന്നു ഇപ്പം നമ്മൾ പറഞ്ഞ ട്രേഡിംഗ് അക്കൗണ്ട് ആക്ച്വലി എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നത്? ടു ഡിറ്റർമൈൻ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ലോസ്, എത്രത്തോളം ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്, ലോസ് ഉണ്ടെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ. സോ അതിൽ വരുന്നതാണ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ ഡയറക്റ്റ് കോസ്റ്റ്. എല്ലാ കോസ്റ്റസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. റിലേറ്റഡ് ടു എന്തൊക്കെയാ? പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആവാം, സർവീസ് ആവാം. അതായത് അതിന് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പർച്ചേസ്, സെയില്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഒക്കെ കേട്ടോ. ഓക്കെ, സോ അപ്പോൾ എന്തിനാ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ടു ഡിറ്റർമൈൻ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ലോസ്. ഒരു ബിസിനസ്സിൽ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആവുക? എല്ലാ ഡയറക്റ്റ് കോസ്റ്റും ഇൻക്ലൂഡ് ആകും. അതായത് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് എക്സാമ്പിൾസ് പർച്ചേസ്, സെയില്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഇതൊക്കെ ട്രേഡിംഗ് അക്കൗണ്ടിലായിരിക്കും ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആക്ച്വലി എന്തിനാ പ്രിപ്പയർ ചെയ്യുക? ഇറ്റ് ഈസ് ഫോർ പ്രിപ്പയർ ഇൻ ഓർഡർ ടു കാൽക്കുലേറ്റ് ദ നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് എ ബിസിനസ്. ബിസിനസ്സിലെ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അനലൈസ് ചെയ്യാൻ, കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. ട്രേഡിംഗ് അക്കൗണ്ട് എന്തിനു വേണ്ടിയിട്ടായിരുന്നു പ്രിപ്പയർ ചെയ്യുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്തൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം? ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കൺസിഡർ ചെയ്യണം എന്ന് വെച്ചാൽ ബോത്ത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആൻഡ് റവന്യൂ. അതായത് ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, റവന്യൂ ഇത് ഫുള്ള് കൺസിഡർ ചെയ്തിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ നെറ്റ് റിസൾട്ട് എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്ന് അനലൈസ് ചെയ്യുക. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾക്ക് എങ്ങനെയായിരിക്കും കിട്ടുക? ഈസ് ഒബ്റ്റെയിൻ ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് ഓൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആൻഡ് റവന്യൂ. എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ എല്ലാ എക്സ്പെൻസസും റവന്യൂ എന്ത് ചെയ്യുക? ജസ്റ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ എന്തായിരുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആക്ച്വലി എന്തിനാ പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ടു കാൽക്കുലേറ്റ്, എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനാ? നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ബിസിനസ്സിലെ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. എന്തൊക്കെ കൺസിഡർ ചെയ്യുക?
ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും റവന്യൂസും കൺസിഡർ ചെയ്യും. ഓക്കെ, സോ അതേപോലെ തന്നെ നെറ്റ് റിസൾട്ട് എന്ന് പറയുമ്പോൾ എന്താകാം, നെറ്റ് പ്രോഫിറ്റ് ആകാം, നെറ്റ് ലോസ് ആകാം. അത് എങ്ങനെയൊക്കെ ഒബ്റ്റെയിൻ ചെയ്യുക, എല്ലാ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും എല്ലാ റവന്യൂസും എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. സിമ്പിളായി പറയുകയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനിയാണ് നെക്സ്റ്റ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് എന്ന് വെച്ചാൽ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. ഓർഗനൈസേഷൻ നമ്മൾ എന്താ, ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു പ്രിപ്പയർ എന്തിനാ പ്രിപ്പയർ ചെയ്യണം പറയുന്നത്, കമ്പൽസറി ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു, ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ആ ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, കമ്പനിയിൽ അസറ്റ്സ് ഉണ്ട്, ലയബിലിറ്റീസ് ഉണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഉണ്ട്, ഇത് ഫുള്ളും ഉണ്ട്. ഓക്കെ, സോ ബാലൻസ് ഷീറ്റിലൂടെ നമ്മൾ എന്ത് മനസ്സിലാക്കണം, അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി, അതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, സോ ഇതാണ് ബാലൻസ് ഷീറ്റ്. എന്തിനായിരുന്നു, ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സോ ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യണേ, ബാലൻസ് ഷീറ്റിലൂടെയാണ് ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ നമ്മൾ അനലൈസ് ചെയ്യണേ. സോ ഇതിലൂടെ നമുക്ക് കമ്പനിയിലെ അസറ്റും ലയബിലിറ്റീസും ഇക്വിറ്റി ലെവലെല്ലാം അനലൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അപ്പോൾ എന്തായാലും ട്രേഡിംഗ് അക്കൗണ്ട് എന്തിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്തായിരുന്നു, നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അനലൈസ് ചെയ്യാനാണ്. ഓക്കെ, സോ ഇപ്പൊ ക്ലിയർ ആയോ ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ എങ്ങനെയൊക്കെയാന്ന് നോക്കി പോകാം. ആക്ച്വലി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു ഡിറ്റർമൈൻ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് എ ബിസിനസ്. ഏത് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത് ബിസിനസ്സിലെ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അനലൈസ് ചെയ്യാൻ. ഏത് അക്കൗണ്ട് ആയിരുന്നു, നമ്മൾക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏത് അക്കൗണ്ട് ആയിരുന്നു നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് അറിയാൻ വേണ്ടി, ഓപ്ഷൻ ബി എന്നാണ്, എന്താണ്, ട്രേഡിംഗ് അക്കൗണ്ട്. സോ എന്തൊക്കെ ഓപ്ഷൻസ് തന്നിട്ടുള്ള, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. നമ്മുടെ ആൻസർ എന്തായിരുന്നു, ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ, ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐറ്റംസ് വുഡ് ബി ഫൗണ്ട് ഇൻ ട്രേഡിംഗ് അക്കൗണ്ട്. അതായത് ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്തൊക്കെ ഐറ്റംസ് ആയിരിക്കും ഫൗണ്ട് ചെയ്യാന്നുള്ളതാണ്. എന്തൊക്കെയാ, സാലറീസ് എക്സ്പെൻസ്, റെന്റ് എക്സ്പെൻസ്, സെയിൽസ് റവന്യൂ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നത് ക്ലാസ്സിൽ പർച്ചേസ്, സെയിൽസ് ഇതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ എന്തായിരുന്നു കാണാം, സെയിൽസ് റവന്യൂ ആണ് കാണാം. സോ ഓപ്ഷൻ സി. ഓക്കെ, ഈ സാലറി എക്സ്പെൻസ്, റെന്റ് എക്സ്പെൻസ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഒക്കെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഈ ഐറ്റംസ് ഒക്കെ കാണിക്കുക കേട്ടോ, മനസ്സിലാക്കി വെക്കണേ. അത് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നുകൂടെ നന്നായി ഡീപ്പായി അറിയാൻ സാധിക്കും. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐറ്റംസ് വുഡ് ബി ഫൗണ്ട് ഇൻ ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഏത് ഐറ്റംസ് ആണ് കൂടുതലായി ഫൗണ്ട് ചെയ്യുക, സെയിൽസ് റവന്യൂ. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്, പർപ്പസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് ടു. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആക്ച്വലി എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം എന്തായിരുന്നു, ടു ഡിറ്റർമൈൻ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ഏത് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുക, ട്രേഡിംഗ് അക്കൗണ്ട് ആണ് അല്ലെ. നെക്സ്റ്റ്, ഷോയിങ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കമ്പനി. അപ്പൊ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കമ്പനി കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണ് പ്രിപ്പയർ ചെയ്യുക, ബാലൻസ് ഷീറ്റ് ആണ്. കാൽക്കുലേറ്റ് നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ആണ് നമ്മുടെ എന്ത്, പർപ്പസ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പൊ എന്തായിരുന്നു, പർപ്പസ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് ടു കാൽക്കുലേറ്റ് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. അപ്പൊ എന്തായിരുന്നു ആൻസർ, ഓപ്ഷൻ സി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ടിപ്പിക്കലി ഇൻക്ലൂഡഡ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണ്, ഏതൊക്കെയായിരുന്നു, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, റെന്റ് എക്സ്പെൻസ്, ക്യാഷ് ഇൻ ഹാൻഡ്, ഇൻട്രസ്റ്റ് ഇൻകം. സോ ആക്ച്വലി ഇപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്ന സംഭവം എവിടെ കാണിക്കുക എന്നറിയോ, നമ്മൾ ബാലൻസ് ഷീറ്റിലായിരിക്കും അത് കാണിക്കുക കേട്ടോ, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കില്ല. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. വേറെ എന്തൊക്കെ ഓപ്ഷൻസ് തന്നിട്ടുള്ള, COGS ഞാൻ പറഞ്ഞു തന്നിരുന്നു. COGS എന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, റെന്റ് എക്സ്പെൻസ്, ക്യാഷ് ഇൻ ഹാൻഡ്, ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുമ്പോൾ ഇതിൽ ഏതാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്തത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്യാഷ് ഇൻ ഹാൻഡ് ആണ് ഇൻക്ലൂഡ് ചെയ്തത്. സോ ആൻസർ സി ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ്, വാട്ട് ഈസ് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് എന്തൊക്കെയാണ് ഉണ്ടാവുക, ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് എവിടെ ഉണ്ടാവുക, ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ട്, നെറ്റ് പ്രോഫിറ്റ് പറയുമ്പോൾ എന്താ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. സോ അതേപോലെ റവന്യൂ ആൻഡ് എക്സ്പെൻസ് പറയുമ്പോൾ എന്താ, ട്രേഡിംഗ് അക്കൗണ്ടിലാണ് അല്ലെ. പർച്ചേസ് ആൻഡ് സെയിൽസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇവിടെ വരിക, ഇവിടെ അതും എവിടെ കാണിക്കുക, ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. അപ്പോൾ അസറ്റ് ലയബിലിറ്റീസ് ഇക്വിറ്റി ആണ് എവിടെ കാണിക്കുക, ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്, ഓപ്ഷൻ ബി. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ എടുത്തത് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ആണ്. സോ അതിൽ നിങ്ങളിപ്പോൾ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ ബേസിക് എന്താണ്, അതിന്റെ മീനിങ്, അതിനെ ബേസ് ചെയ്തിട്ട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ക്ലിയർ ആയോ?
മാം വൈ നോട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നോ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആക്ച്വലി നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ടിപ്പിക്കലി ഇൻക്ലൂഡ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഐറ്റമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എവിടെ കാണിക്കുക, അത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ കാണിക്കും അല്ലേ. റെന്റ് എക്സ്പെൻസും ഇൻട്രസ്റ്റ് ഇൻകം നമ്മൾ എവിടെ കാണിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. പക്ഷെ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുമ്പോൾ ഐറ്റം അതിലോട്ട് വരികയില്ല. എവിടെ വരിക? ബാലൻസ് ഷീറ്റിലായിരിക്കും വരിക. അതാണ് ആൻസർ സി ആയത്. ഓക്കെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരിക. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആക്ച്വലി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ടിപ്പിക്കലി ഇൻക്ലൂഡ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എവിടെയും കാണിക്കാത്തത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ അതാണ്. അപ്പം ഇപ്പൊ ക്യാഷ് ഇൻ ഹാൻഡ് അല്ല ആൻസർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുമ്പോൾ അത് വരില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിന് ശേഷം ട്രേഡിംഗ് അക്കൗണ്ടിലായിരിക്കും നമ്മൾ പർച്ചേസ്, സെയിൽസ്, അതേപോലെ റവന്യൂസ്, എക്സ്പെൻസ് ഇതൊക്കെ എവിടെ കാണിക്കും? നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കും. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മളിപ്പം റെന്റ് എക്സ്പെൻസ് ഡെബിറ്റിലും ഇൻട്രസ്റ്റ് ഇൻകം ക്രെഡിറ്റിലും കാണിക്കും. പക്ഷെ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് ടോട്ടലി ഇത് എവിടെയും കാണിക്കില്ല, നമ്മൾ ബാലൻസ് ഷീറ്റിലായിരിക്കും കാണിക്കുക. അപ്പോൾ ഈ ഐറ്റംസ് ഇൻക്ലൂഡ് ആവില്ല. അതുകൊണ്ടാണ് ക്യാഷ് ഇൻ ഹാൻഡ് കൊടുക്കാൻ കാരണം. ഓക്കെ, നിങ്ങൾ പറഞ്ഞ ശരിയാ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ട്രേഡിംഗ് അക്കൗണ്ടിലായിരിക്കും നമ്മൾ കാണിക്കുക. പക്ഷെ ഇപ്പൊ സെയിൽസിന്റെ പർച്ചേസ്, സെയിൽസ് ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയ ഐറ്റംസ് ഒക്കെ ട്രേഡിംഗ് അക്കൗണ്ട് ആയിരിക്കും വരിക. പക്ഷെ മൊത്തത്തിൽ ഫുൾ ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് ഒട്ടും ഇൻക്ലൂഡ് ചെയ്യാത്തെന്ന് പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. അതാണ് ഓപ്ഷൻ സി ആയത് കേട്ടോ. COGS എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നമ്മൾ ഗുഡ്സ് എത്ര സെയിൽ ചെയ്തു അതിന്റെ കോസ്റ്റ്, അതാണ് COGS കേട്ടോ. COGS ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ്. ക്യാൻ വി ടേക്ക് ഓപ്ഷൻ എ ഇഫ് ദർ ഇസ് നോട്ട് ഓപ്ഷൻ ക്യാഷ്? ഓ ഷ്യൂർ. ഇപ്പൊ നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡ് എന്നൊരു ഓപ്ഷനേ ഇല്ല. അപ്പൊ ഓപ്ഷൻ എ മാത്രം എടുക്കാൻ പറ്റുന്നുണ്ട്. ഓഫ് കോഴ്സ് അത് എടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? ഡൗട്ട് ഫുള്ളും ക്ലാരിറ്റി ആയോ? ഓക്കെ, സോ ഇപ്പൊ നമുക്ക് മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ഒന്ന് ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് മൊഡ്യൂൾ 3 പോകാം. മൊഡ്യൂൾ 3 ആക്ച്വലി ഒന്ന് ജസ്റ്റ് ഒന്ന് ലിസൺ ചെയ്യണം. മീനിങ് ഓഫ്, അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് മൊഡ്യൂൾ 3 തന്നിരിക്കുന്നത് വെച്ചാൽ അതിന്റെ ബേസിക് മാത്രമേ ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞു തരുന്നുള്ളൂ. നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഡീപ്പായി പോവാം കേട്ടോ. മൊഡ്യൂൾ 3 ഡിപ്രീസിയേഷൻ, സിങ്കിങ് ഫണ്ട്, റിസർവ്സ്, റിസർവ് ഫണ്ട് ആൻഡ് സീക്രട്ട് റിസർവ്, ഇതാണ് ഇതിന്റെ ഉള്ളിൽ വരുന്നതാണ് അക്കൗണ്ടിങ്ങിലെ തേർഡ് മൊഡ്യൂളിലെ സിലബസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതിന് ബേസ് ചെയ്തിട്ട് ഇപ്പം എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ, സോ മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 നമ്മൾ ഡിസ്കസ് ചെയ്തു. മൊഡ്യൂൾ 3 പോകുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ ഇതിന് ഡിപ്രീസിയേഷൻ, സിങ്കിങ് ഫണ്ട്, റിസർവ് ഫണ്ട് ആൻഡ് സീക്രട്ട് റിസർവ് ജസ്റ്റ് ആദ്യം എന്തെന്ന് പറഞ്ഞുതരാം. ഓക്കെ, സോ ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ അക്കൗണ്ട്സ് ഒക്കെ തിയറി ആണോ? അല്ല, നമ്മൾ പ്രോബ്ലംസും വരും കേട്ടോ. പ്രോബ്ലംസ് ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ആ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾവ് ചെയ്യാൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വരും. അങ്ങനെ ഓരോന്നുണ്ട്. ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഞാൻ കുറേ അത് പറഞ്ഞു തരാം. ഓക്കെ, തിയറി ഉണ്ട്, പ്രോബ്ലം ഉണ്ട്. ആ രണ്ട് കോൺസെപ്റ്റും നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ക്ലാസ് കറക്റ്റായി ഫോളോ ചെയ്താൽ മാത്രം മതി. ബാക്കി എല്ലാവിധ 100% സപ്പോർട്ട് നമ്മുടെ എംഫെയർ ലേണിംഗ് ആപ്പിൽ ഇരുന്ന് ഈ ക്ലാസ്സിലൂടെ തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡിപ്രീസിയേഷൻ എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് സിമ്പിളായി പറയുകയാണെങ്കിൽ നമ്മൾ ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യും? ഒരു അസറ്റ് പർച്ചേസ് ചെയ്യും അല്ലെ. ആ അസറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഫിക്സഡ് പീരീഡ് ഓഫ് ടൈം, ഒരു 3 years അല്ലെങ്കിൽ ഒരു 5 years ഒക്കെ യൂസ് ചെയ്ത് അസറ്റിന് എന്ത് സംഭവിക്കും? ഒബ്സൊലിസൻസ്, വിയർ ആൻഡ് ടിയർ അങ്ങനെയുള്ള സംഭവമൊക്കെ വരും അല്ലെ. സോ ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് അലോക്കേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് എ ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ് ഓവർ എ യൂസ്ഫുൾ ലൈഫ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പീരീഡ്, ഇപ്പം 3 വർഷം 5 വർഷം എക്സാമ്പിൾ പറഞ്ഞില്ല, അതാണ് കേട്ടോ. ആ ഒരു 3 years ആയിക്കോട്ടെ 5 years ആ അസറ്റ് യൂസ് ചെയ്യണം അല്ലെ. അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അസറ്റ് എന്ത് അസറ്റ് ആയിരിക്കും? ഫിക്സഡ് അസറ്റ് ആയിരിക്കും, ടാഞ്ചിബിളും ആയിരിക്കും. ഓക്കെ, സോ ഇതിൽ ഇറ്റ് അക്കൗണ്ട്സ് ഫോർ, അപ്പോൾ മേ ബി അവിടെ എന്തൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്? അസറ്റ് അത്രയും വർഷം യൂസ് ചെയ്യുമ്പോൾ വിയർ ആൻഡ് ടിയർ വരാനുള്ള ചാൻസ് ഉണ്ട്, ഏജിങ്, ഒബ്സൊലിസൻസ്, അസറ്റ്സ് ഇതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. സോ നമ്മളൊരു മെഷീനറി ബിൽഡിംഗ് ഇപ്പം നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതേ സ്റ്റേജിൽ തന്നെ 3 വർഷം കഴിഞ്ഞാൽ നിൽക്കൂല. അതിന് ഓരോ പ്രശ്നങ്ങൾ, ഒബ്സൊലിസൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. സോ വെഹിക്കിൾസ് ആയിക്കോട്ടെ, ബിൽഡിംഗ് ആയിക്കോട്ടെ, മെഷീൻ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തെങ്കിലും പ്രോബ്ലംസ് അറൈസ് ചെയ്യും. ഓക്കെ, സോ ദിസ് അലോക്കേഷൻ ഈസ് റെക്കോർഡഡ് ആസ്, അപ്പം ഈ അലോക്കേഷൻ ഒക്കെ എവിടെ നമ്മൾ റെക്കോർഡ് ചെയ്ത് കാണിക്കുക?
എക്സ്പെൻസ് ആയിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്ത് കാണിക്കുക. ഓക്കെ, ഇനി അസറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ബാലൻസ് ഷീറ്റിൽ എന്താ ചെയ്യുക, അസറ്റിന്റെ ബുക്ക് വാല്യൂ നിന്ന് റെഡ്യൂസ് ചെയ്യും. സിമ്പിളായി പറയുകയാണെങ്കിൽ ഡിപ്രീസിയേഷൻ പറഞ്ഞാൽ ഓർഗനൈസേഷൻ നമ്മളൊരു അസറ്റ് എന്ന് വെച്ചാൽ ബിൽഡിങ്ങോ മെഷീനറിയോ എന്തെങ്കിലും ഓർഗനൈസേഷൻ പർച്ചേസ് ചെയ്യുമ്പോൾ അത് നമ്മൾ കുറച്ച് വർഷം യൂസ് ചെയ്യും അല്ലെ. അങ്ങനെ ആ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ വരും, അതിനെന്തെങ്കിലും ഡാമേജ് വരും, വിയർ ആൻഡ് ടിയർ വരും, ഏജിങ് വരും, ഒബ്സൊലീസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. സോ ഈ ഡിപ്രീസിയേഷൻ നമ്മൾ എവിടെയാണ് പോസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ടാണ് ഡെബിറ്റ് സൈഡ് എന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഡിപ്രീസിയേഷൻ എന്താ ചെയ്യുക, അസറ്റിന്റെ ബുക്ക് വാല്യൂ ഇപ്പൊ മെഷീനറിയിൽ ഇപ്പോൾ മെഷീനറിയുടെ എമൗണ്ട് 2 lakh ആണെങ്കിൽ ആ 2 lakhന്റെ ഇപ്പോൾ ഡിപ്രീസിയേഷൻ പെർസെൻറ്റേജ് 10% ആണെങ്കിൽ 2 lakh ഇൻറ്റു 10% എത്രയാ, 2 lakh ഇൻറ്റു 10/100 20,000 ആണ്. അപ്പൊ അസറ്റിന്റെ ബുക്ക് വാല്യൂ എത്രയാണ്, 2 lakh ആണ്. ഡിപ്രീസിയേഷൻ 10% ആണ്. അപ്പൊ 2 lakhന്റെ 10% കണ്ടാൽ എത്ര വരും, 20,000. 2 lakh മൈനസ് 20,000 ഈക്വൽ ടു 1,80,000 ആയിരിക്കും നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. മനസ്സിലായോ? അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് സിങ്കിങ് ഫണ്ട് ആണ്. സിങ്കിങ് ഫണ്ട് എന്ന് വെച്ചാൽ ആക്ച്വലി ഒരു റിസർവ് ആണ്. റിസർവ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രോഫിറ്റ് എന്നൊക്കെ പറയാം. ഓക്കെ, ഈ ഓർഗനൈസേഷൻ എന്തിനാ സിങ്കിങ് ഫണ്ട് എടുത്തു വെക്കുന്നത്, ടു റീപേ ഡെപ്റ്റ്, കടമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാൻ, അതേപോലെ വേസ്റ്റിംഗ് ആയിട്ട് അസറ്റിനൊന്ന് റീപ്ലേസ് ചെയ്യുക ഫ്യൂച്ചറിൽ. സോ റെഗുലർ കോൺട്രിബ്യൂഷൻസ് ഒക്കെ എന്ത് ചെയ്യും, റെഗുലർ ആയിട്ട് ഈ ഫണ്ടിനോട്ട് എന്ത് ചെയ്യാൻ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഒന്നുകൂടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, നമുക്ക് ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് നെസസറി സമയത്ത് എമൗണ്ട് കിട്ടും. ഫോർ എക്സാമ്പിൾ കമ്പനി ഇപ്പൊ എന്തിനാണ് ഈ ഫണ്ട് വന്നിട്ട് വെച്ചിരിക്കണേന്ന് വെച്ചാൽ ലോങ് ടേം ലോണോ അതൊക്കെ ഉണ്ടെങ്കിൽ ഈ എമൗണ്ട് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, റീപേ ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലും അസറ്റിന് എന്തെങ്കിലും വിയർ ആൻഡ് ടിയർ ഒബ്സൊലീസൻസ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മെഷീനറി റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. ആ എൻഡ് ഓഫ് പീരീഡിൽ 3 വർഷമാണെന്നുണ്ടെങ്കിൽ ആ എൻഡ് ഓഫ് പീരീഡ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എന്തായിരുന്നു സിങ്കിങ് ഫണ്ട്, ആക്ച്വലി റിസർവ്, അവരൊരു പ്രോഫിറ്റ് ആയിട്ട് എമൗണ്ട് എടുത്ത് വെക്കുന്ന ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ ഡെപ്റ്റ് ഉണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാനും, വേസ്റ്റ് ആയിട്ട് അസറ്റ് ഉണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാനും ഫ്യൂച്ചറിൽ. ഓക്കെ, സോ എപ്പോഴും ഈ ഫണ്ട് റെഗുലർ ആയിട്ട് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് തന്നെ വെക്കുക. കാരണം എപ്പോഴാണ് നമ്മൾ എപ്പോഴും എന്താണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഒരു സെർട്ടൻ എമൗണ്ട് നമുക്ക് കരുതിയിരിക്കണം അല്ലെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കമ്പനിക്ക് ഫണ്ട് എന്തിനൊക്കെ വേണ്ടി നമുക്ക് ലോൺ ഉണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ എടുക്കാം. മെഷീനറിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും ആ പീരീഡ് ഓഫ് ലൈഫ് കഴിഞ്ഞാൽ അങ്ങനെ. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ആണ് റിസർവ് ആണ്. റിസർവ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, കമ്പനിയിലെ പ്രോഫിറ്റിലെ ഒരു പോർഷൻ ആണ് റിസർവ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് എവിടെയായിരിക്കും വെക്കുക, ഒരു സ്പെസിഫിക് പർപ്പസസിന് വേണ്ടിയിട്ടായിരിക്കും വെക്കുക. അതായത് ഫ്യൂച്ചർ കണ്ടിജൻസി പറയുമ്പോൾ നമുക്കിപ്പോൾ ആർക്കും പറയാൻ സാധിക്കില്ല ഫ്യൂച്ചർ എന്താണ്, മേ ഓർ മേ നോട്ട് ബി ഹാപ്പൻ, അൺസർട്ടൈൻ ആണ്. സോ അങ്ങനെ എന്തെങ്കിലും അൺസർട്ടനിറ്റി ആയിട്ട് എന്തെങ്കിലും ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എക്സ്പാൻഷൻ പർപ്പസിന്, ഡെവലപ്പ് ചെയ്യാനുള്ള പർപ്പസിന്, അല്ലെങ്കിൽ ഡെപ്റ്റ് റീപേ ചെയ്യാൻ. ഇപ്പോൾ റിസർവിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഫിനാൻഷ്യൽ പൊസിഷൻ, കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എപ്പോഴും ഒന്നും കൂടെ ഉയരത്തിലോട്ട് എത്തിക്കാനും സാധിക്കും. ഓക്കെ, ഇനി അതേപോലെ തന്നെ റിസർവില് ക്യാപിറ്റൽ റിസർവ് ഉണ്ട്. അതിപ്പോൾ ക്യാപിറ്റൽ റിസർവ് ഉണ്ട്, റവന്യൂ റിസർവ് ഉണ്ട് റിസർവില്. ഓക്കെ, അത് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് നോക്കാം കേട്ടോ. സോ ഇനി നെക്സ്റ്റ് ആണ് റിസർവ് ഫണ്ട് ആണ്. റിസർവ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് റിസർവ് ആണ്. ആക്ച്വലി എന്തിനാണ് നമ്മൾ അത് എടുത്തു വെച്ചിരിക്കുന്ന സൈഡായിട്ട്, പർട്ടിക്കുലർ പർപ്പസ് വന്നിട്ട് മീറ്റ് ചെയ്യാനാണ്. എന്തൊക്കെയാ പർട്ടിക്കുലർ പർപ്പസ് ഉദ്ദേശിക്കുന്നത്, അതായത് അസറ്റ് റീപ്ലേസ് ചെയ്യുക, ഡെപ്റ്റ് ലൈബിലിറ്റി ഉണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക, അങ്ങനെ. ഓക്കെ, സോ ജനറൽ റിസർവ്, അൺലൈക്ക് ജനറൽ റിസർവ് പോലെയല്ല, ഈ റിസർവ് ഫണ്ട് ആക്ച്വലി എന്തിനാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, ഒരു സ്പെസിഫിക് യൂസിന് വേണ്ടിയിട്ടാണ്. ആക്ച്വലി വേറെ പർപ്പസസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യില്ല, ഒരു സ്പെസിഫിക് യൂസിന് വേണ്ടിയിട്ടായിരിക്കും അവർ ചെയ്യുക. ഓക്കെ, ഇപ്പൊ കമ്പനി എന്തിനാണ് ഈ റിസർവ് ഫണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, മെഷീനറി ഇപ്പോൾ റീപ്ലേസ് ചെയ്യും. കാരണം എന്തിനാണ് മെഷീനറി റീപ്ലേസ് ചെയ്യണം, എന്തെങ്കിലും ഒബ്സൊല്യൂട്ടോ അതേപോലെ വിയർ ആൻഡ് ടിയർ ഒക്കെ കോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, മെഷീനറിനെ നമ്മൾ റീപ്ലേസ് ചെയ്യും. ഓക്കെ, സോ റിസർവ് ഫണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് റിസർവ് ആണ്. ബിസിനസ് എന്തിനാ ഒരു സൈഡായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പർപ്പസ് വന്നിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, അതായത് ഒരു അസറ്റ് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫണ്ട് വേണം, ലൈബിലിറ്റി തിരിച്ചു കൊടുക്കണമെങ്കിൽ ഫണ്ട് വേണം. സോ ജനറൽ റിസർവ് പോലെയല്ല, റിസർവ് ഫണ്ട് ആക്ച്വലി സ്പെസിഫിക് യൂസ് വന്നിട്ട് എന്ത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വേറെ പർപ്പസിന് വേണ്ടിയിട്ടല്ല. ഓക്കെ, സോ അതാണ് റിസർവ് ഫണ്ട് എന്നുള്ള മീനിങ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് സീക്രട്ട് റിസർവ് ആണ്. സീക്രട്ട് റിസർവ് എന്ന് വെച്ചാൽ റിസർവ് ആണ്. ആക്ച്വലി അത് എന്ത് ചെയ്യില്ല, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഡിസ്ക്ലോസ് ചെയ്ത് വെക്കില്ല. ഓക്കെ, കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷനിലായിരിക്കും അത് ഉണ്ടാവുക. അതേപോലെ ഇത് എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുക, അസറ്റിന്റെ വാല്യൂ അണ്ടർ വാല്യൂ കുറവാണ്, ലൈബിലിറ്റി കൂടുതലാണ്, അല്ലെങ്കിൽ സെർട്ടൈൻ പ്രോഫിറ്റ് അവർക്ക് വന്നിട്ടില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ആയിരിക്കും ഈ സീക്രട്ട് റിസർവിലൂടെ, ഈ സീക്രട്ടായിട്ട് ഈ റിസർവ് ഈ ഫണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ നമുക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കാൻ സാധിക്കും. ഓക്കെ, സോ ഇതിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കാൻ സാധിച്ചു പറഞ്ഞാൽ നമുക്ക് ഓർഗനൈസേഷനെ നിലനിന്ന് പോകാം. അല്ലെങ്കിൽ എന്തായിരിക്കും അവിടെ വരിക,
ദിസ് മേ ഓൾസോ ലീഡ് ടു ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി. എന്ന് വെച്ചാൽ സീക്രട്ടായിട്ട് റിസർവ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി സസ്റ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ നമ്മുടെ മൊഡ്യൂൾ 3 എന്തൊക്കെയായിരുന്നു? ഡിപ്രീസിയേഷൻ, സിങ്കിങ് ഫണ്ട്, റിസർവ് ഫണ്ട്, സീക്രട്ട് റിസർവ്. ഓക്കെ, സോ ഇതിന് ബേസ് ചെയ്തിട്ട് നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ക്ലിയർ ആയോ? അസറ്റിൽ നിന്ന് കുറയ്ക്കണം, കറക്റ്റ് ആയാലും. ഓക്കെ, സോ ഇത് ഇനി എങ്ങനെയാന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ക്രിയേറ്റിംഗ് എ ഡിപ്രീസിയേഷൻ റിസർവ്? സോ ഡിപ്രീസിയേഷൻ റിസർവ് ആക്ച്വലി എന്തിനാ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ടു അക്യുമുലേറ്റ് ഫണ്ട് ഫോർ അസറ്റ് റീപ്ലേസ് ചെയ്തു. ഡിപ്രീസിയേഷൻ റിസർവ് ഫണ്ട് നമ്മൾ എന്തിനാ എടുത്തു വെക്കുന്നത്? അസറ്റിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് കൊടുത്തിട്ട് ടു റെഡ്യൂസ് ടാക്സബിൾ ഇൻകം, ടു ഇൻക്രീസ് അസറ്റ് വാല്യൂ, ടു ഡിസ്ട്രിബ്യൂട്ട് പ്രോഫിറ്റ് ടു ഷെയർ ഹോൾഡർ. പക്ഷെ നമ്മുടെ ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ എ ആണ്, ടു അക്യുമുലേറ്റ് ഫണ്ട് ഫോർ അസറ്റ് റീപ്ലേസ്മെന്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മെത്തേഡ് ഓഫ് ക്രിയേറ്റിംഗ് എ സീക്രട്ട് റിസർവ്? ഒരു സീക്രട്ട് റിസർവ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് ഏത് മെത്തേഡ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ, സ്റ്റോക്ക് വാല്യൂ കുറവാണെന്നുണ്ടെങ്കിൽ സെയിൽസ് സപ്രസ് ചെയ്യാൻ, സെയിൽസ് ഇപ്പോൾ എന്തെങ്കിലും കുറവാണെന്നുണ്ടെങ്കിൽ അത് കൂട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അപ്പോൾ എന്തായിരുന്നു ഒരു സീക്രട്ട് റിസർവ്? ഇപ്പോൾ സീക്രട്ടായിട്ട് നമുക്ക് എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്യാൻ സാധിക്കും. അതാണ് ആൻസർ എന്തായിരുന്നു? ഓൾ ഓഫ് ദ എബവ്. ഓക്കെ, നെക്സ്റ്റ് ആണ് എ സിങ്കിങ് ഫണ്ട് ഈസ് പ്രൈമറിലി എസ്റ്റാബ്ലിഷ്ഡ്. ഒരു സിങ്കിങ് ഫണ്ട് ആക്ച്വലി എന്തിനാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്? ലൈബിലിറ്റി പേ ഓഫ് ചെയ്യാൻ, വേസ്റ്റിംഗ് അസറ്റ് റീപ്ലേസ് ചെയ്യാൻ. അത് നമ്മൾ ക്ലാസ്സിൽ ഇപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ഓപ്ഷൻസ് ആണ് ഇൻക്രീസ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഇക്വിറ്റി കൂട്ടാനും, ബോത്ത് എ ആൻഡ് ബി. പക്ഷെ നമ്മുടെ ആൻസർ എന്തായിരുന്നു? ബോത്ത് എ ആൻഡ് ബി ആണ്. ഓക്കെ, ലൈബിലിറ്റി ഒരു പർട്ടിക്കുലർ പീരീഡിൽ നമുക്ക് പേ ഓഫ് ചെയ്യാനും ഒരു ഡേറ്റിൽ വേസ്റ്റിംഗ് ആയിട്ടുള്ള അസറ്റിന് റീപ്ലേസ് ചെയ്യാനും. നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ക്യാപിറ്റൽ റിസർവ്? ക്യാപിറ്റൽ റിസർവിന്റെ എക്സാമ്പിൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ക്യാപിറ്റൽ റിസർവ് നമുക്ക് എപ്പോഴാണ് ജനറേറ്റ് ചെയ്യുക? ഫിക്സഡ് കോസ്റ്റ് സെയിൽ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ആണ് എന്തിന്റെ എക്സാമ്പിൾ? ക്യാപിറ്റൽ റിസർവ്. നമുക്കിവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട് ജനറൽ റിസർവ്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. പക്ഷേ ക്യാപിറ്റൽ റിസർവിന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ എന്താ? ഒരു ഫിക്സഡ് അസറ്റ് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് ആണ്. സോ ഓപ്ഷൻ സി ആണ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് സീക്രട്ട് റിസർവ് ആർ ടിപ്പിക്കലി ക്രിയേറ്റഡ് ബൈ. അപ്പോൾ സീക്രട്ട് ആയിട്ടുള്ള റിസർവ് വന്നിട്ട് ആരാണ് ആക്ച്വലി ഇവിടെ ക്രിയേറ്റ് ചെയ്യുക? ആക്ച്വലി ഇവിടെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക? ഓവർ സ്റ്റേറ്റിംഗ് ലൈബിലിറ്റി ആണെങ്കിൽ, അണ്ടർ സ്റ്റേറ്റിംഗ് അസറ്റ് ആണെങ്കിൽ. ലൈബിലിറ്റി ഒത്തിരി ഉണ്ടെങ്കിൽ, അസറ്റ് കുറവുണ്ടെങ്കിലാണ് അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യുക? സീക്രട്ട് റിസർവ് ഉണ്ടാവുക. ബോത്ത് എ ആൻഡ് ബി ആൻഡ് നൺ ഓഫ് ദ എബോവ്. എന്താ നമ്മുടെ ആൻസർ? ഓപ്ഷൻ സി ആണ്, ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർവ് ഫണ്ട്? റിസർവ് ഫണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്? ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഫോർ. ആക്ച്വലി റിസർവ് ഫണ്ട് എന്തിനാ ക്രിയേറ്റ് ചെയ്യണ? ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് കമ്പനി പ്രോഫിറ്റിന്റെ പാർട്ടാണ്, സെപ്പറേറ്റ് ആയിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കില്ല, ക്യാപിറ്റൽ പ്രോഫിറ്റിൽ ക്രിയേറ്റ് ചെയ്യും എന്നൊക്കെ കാണിക്കുന്നുണ്ട് അല്ലെ. സോ നമ്മുടെ ആൻസർ എന്തായിരുന്നു? റിസർവ് ഫണ്ട് ആക്ച്വലി എന്തിനാ? ഒരു സ്പെസിഫിക് പർപ്പസ് മീറ്റ് ചെയ്യാനാണ്. സോ ഓപ്ഷൻ എ ആണ് എന്തായിരുന്നു? ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഫോർ എ സ്പെസിഫിക് പർപ്പസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഡിപ്രീസിയേഷൻ ഈസ് ചാർജ് ഓൺ. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഫിക്സഡ് അസറ്റിൽ ടാഞ്ചിബിളിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ ബി ആണ്, ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ് ഓൺലി. ഓക്കെ, ഡിപ്രീസിയേഷൻ നമ്മൾ എവിടെ ചാർജ് ചെയ്യുക? ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പം മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളും അതിന്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. ഓക്കെ, സോ ഇതേപോലെ തന്നെയായിരിക്കും എല്ലാ ക്ലാസ്സസും. നമ്മൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിന് കുറച്ചും കൂടെ ബേസ് ചെയ്ത് ഇതേപോലെ ഒരു 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല, 30 ക്വസ്റ്റ്യൻസ്, 32 അങ്ങനെ ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യുക. സോ അത് നിങ്ങൾ ഇപ്പം തന്നെ വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ പോകുക. അതേപോലെ സെപ്പറേറ്റ് ആയിട്ട് ഒരു നോട്ടൊക്കെ നമ്മുടെ ക്ലാസ്സിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് പഠിച്ചു പോകാൻ സാധിക്കും. ഓക്കെ, സോ ഇത്രയും പറഞ്ഞ 3 മൊഡ്യൂൾസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയോ? ഓക്കെ, ഞാൻ നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് PDF ഞാൻ ഒന്നും കൂടെ ഒന്ന് സൂം ചെയ്ത് ഒന്ന് റെഡി ആക്കിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ആ MCQ ക്വസ്റ്റ്യൻസ് ഒന്ന് അതേപോലെ ഇട്ട നോട്ട്സുകളും നമുക്ക് ഒന്ന് ഈസി ആയിട്ട് ഒന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കും. അത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒന്ന് റെഡിയാക്കാം കേട്ടോ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ബാക്കി ക്ലാസ് ക്ലിയർ ആയോ? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പോൾ ഈ പറഞ്ഞ മൊഡ്യൂൾ 1, 2, 3 റെഡിയാണോ? ഓക്കെ, സോ നിങ്ങളുടെ അതേപോലെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ എല്ലാവരോടും ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുക. നമ്മുടെ M-Favor ലേണിംഗ് ആപ്പിൽ ഡിവിഷണൽ അക്കൗണ്ടിൽ എൻറോൾ ചെയ്യാൻ പറയുക. ഓക്കെ,
നമ്മുടെ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറയാം. തീർച്ചയായിട്ടും ഇതിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഇതേപോലെ തന്നെ ക്ലാസ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്കൊന്ന് നെക്സ്റ്റ് മൊഡ്യൂളിലോട്ട് കിടക്കാം. സോ നെക്സ്റ്റ് മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4 മീനിങ് ആൻഡ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട് ആൻഡ് ചെക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. സോ നമ്മുടെ സിലബസിൽ ഇപ്പൊ എങ്ങനെ മൊഡ്യൂൾ 4 കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ ടോട്ടലി ഇപ്പൊ മൊഡ്യൂൾ 4 ഇപ്പൊ എന്താന്ന് വെച്ചാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ചെക്ക് ആണ്. അതിൽ ആക്ച്വലി ബിൽസ് ഏതൊക്കെ ബില്ലുകളുണ്ട്, പാർട്ടീസ് ടു ബിൽ ഏതൊക്കെയാ, മെച്യൂരിറ്റി ഓഫ് ബില്ല്, അക്സെപ്റ്റൻസ്, നെഗോഷിയേഷൻ ഓഫ് ബിൽ, എൻഡോഴ്സ്മെന്റ്, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഇതിന്റെ ബേസിക് കോൺസെപ്റ്റ് ഒരു യൂട്യൂബിൽ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിവിഷണൽ അക്കൗണ്ടന്റിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട് എന്നൊരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക കേട്ടോ, ഒന്ന് ഫ്രീ ആവുന്ന സമയത്തെ. ഓക്കെ, സോ അപ്പം നമുക്ക് ഇതിന്റെ ജസ്റ്റ് എന്താണ് ഇതിന്റെ ബേസിക് കോൺസെപ്റ്റ്, അതിന്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് നോക്കി പോകാം. ഓക്കെ, സോ ഇതിലെ മൊഡ്യൂൾ 4 എന്ന് പറയുന്നത്, ഇതിലിപ്പം എന്തായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അതേപോലെ തന്നെ പ്രോമിസറി നോട്ട് ആൻഡ് ചെക്ക് ആണ് അല്ലെ. സോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ഒരു റിട്ടേൺ ഡോക്യുമെന്റ് ആണ്. ആക്ച്വലി അതിൽ എന്തായിരുന്നു കൊടുക്കുക, അൺകണ്ടീഷണൽ ഓർഡർ ഫ്രം ദ ഡ്രോയർ എന്ന് വെച്ചാൽ ഡ്രോയിന്റെ അടുത്ത്, ഡ്രോയർ പറയുമ്പോൾ ആരായിരുന്നു, ക്രെഡിറ്റർ ആണ്. അതേപോലെ ഡ്രോയി പറയുമ്പോൾ ആരായിരുന്നു, ഡെപ്റ്റർ ആണ്. ഒരു സ്പെസിഫിക് സം വന്നിട്ട് പേയ്ക്ക് പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പേയ് ക്രെഡിറ്റർ ആവാം അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആകാം. ഒന്നില്ലെങ്കിൽ അവർ പറഞ്ഞ പ്രകാരം, ഡിമാൻഡ് പ്രകാരം എന്ന് വെച്ചാൽ ഒരു ഡേറ്റിന് 15-ാം തീയതിയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ 15 ഡിമാൻഡ് പ്രകാരം, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡേറ്റിൽ. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് 3 പാർട്ടീസ് ആയിരിക്കും ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഉണ്ടാവുക. ആരൊക്കെയാണ്, ഒന്ന് ഡ്രോയർ, ഒന്ന് ഡ്രോയി, ഒന്ന് പേയി. ഓക്കെ, ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൂടുതലായിട്ട് എവിടെ യൂസ് ചെയ്യുക, ഇന്റർനാഷണൽ ട്രേഡിലാണ് യൂസ് ചെയ്യുക. കാരണം ആരൊക്കെ തമ്മിലുള്ള ട്രാൻസാക്ഷൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടാവുക, ബിറ്റ്വീൻ ബയ്യറും സെല്ലറും. ഓക്കെ, ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്തായിരുന്നു, റിട്ടേൺ ഡോക്യുമെന്റ് ആണ്. അൺകണ്ടീഷണൽ ഓർഡർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവൂല. അവിടെ ആരൊക്കെ ഉണ്ടാവുന്ന 3 പാർട്ടീസ് ആരൊക്കെയായിരുന്നു, ഡ്രോയറും ഡ്രോയും പേയും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വൃത്തിയായി മനസ്സിലാക്കി വെച്ചാൽ മതി. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ അതൊരു റിട്ടേൺ ഡോക്യുമെന്റ് ആണ്. അതേപോലെ അവിടെ എന്താണ്, അൺകണ്ടീഷണൽ ഓർഡർ ആണ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഓർഡർ ഒന്നും ഉണ്ടാവൂല. 3 പാർട്ടീസ് ആണ് ഉണ്ടാവുക. ആരൊക്കെ ഈ 3 പാർട്ടീസ്, ഒന്ന് ഡ്രോയറും, ഒന്ന് ഡ്രോയും, പേയും. ഓക്കെ, ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ട്രാൻസാക്ഷൻസ് ആരൊക്കെ തമ്മിലാണ് നടത്തുക, ബയ്യറും സെല്ലറും തമ്മിൽ. ഓക്കെ, സോ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഡ്രോയർ ആണ് എന്ത് ചെയ്യുക, ഡ്രോയിനെ കൊണ്ട് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് സം വന്നിട്ട് പേയ്ക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പ്രോമിസറി നോട്ട്. ഫ്രം ദ വേർഡ് ഇറ്റ്സെൽഫ് വി കാൻ ഏബിൾ ടു നോ എന്ന് വെച്ചാൽ പ്രോമിസ് കൊടുക്കുകയാണ്. പ്രോമിസറി നോട്ട് എന്തായിരുന്നു, റിട്ടേൺ ആണ്, അൺകണ്ടീഷണൽ പ്രോമിസ് ആണ്. പ്രത്യേകിച്ച് കണ്ടീഷൻസും ഇല്ല. അവിടെ എന്താ, പ്രോമിസ് കൊടുക്കുകയാണ്. മേക്കർ എന്ന് വെച്ചാൽ അവിടെ ആരാ, ഡെപ്റ്റർ ആണ്. ടു പേ എ സെർട്ടൈൻ സം ഓഫ് മണി, അതായത് ഒരു സെർട്ടൈൻ സം ഓഫ് മണി ആർക്ക് പേ ചെയ്ത് കൊടുക്കും, അതായത് പേയ്ക്ക് പേ ചെയ്ത് കൊടുക്കും. അത് എപ്പോഴായിരിക്കും പേ ചെയ്യുക, ഒരു സ്പെസിഫിക് ഫ്യൂച്ചർ ഡേറ്റിലായിരിക്കും എന്ത് ചെയ്യുക, പേ ചെയ്യുക, അല്ലെങ്കിൽ ഡിമാൻഡ് ടൈമിലായിരിക്കും എന്ത് ചെയ്യുക, പേ ചെയ്യുക. ഇറ്റ് ഇൻവോൾവ്സ് 2 പാർട്ടീസ് ആണ് നമ്മുടെ പ്രോമിസറി നോട്ടിൽ ഉള്ളത്, ഒന്ന് മേക്കറും ഒന്ന് പേയും. ഓക്കെ, സോ അൺലൈക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പോലെയല്ല, പ്രോമിസറി നോട്ട് ഡസ് നോട്ട് റിക്വയർ അക്സെപ്റ്റൻസ് ബൈ ദ പേ എന്ന് വെച്ചാൽ പ്രോമിസറി നോട്ട് അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതില്ല, ബിൽ ഓഫ് എക്സ്ചേഞ്ച് പോലെയല്ല. അപ്പൊ സിമ്പിളായി മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ പ്രോമിസറി നോട്ട് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, റിട്ടേൺ ഡോക്യുമെന്റ് ആണ്. അൺകണ്ടീഷണൽ പ്രോമിസ്, പ്രത്യേകിച്ച് കണ്ടീഷൻസ് കാര്യങ്ങളോ ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. സോ അവിടെ എന്താ കൊടുക്കുക, മേക്കർ അതായത് നമ്മുടെ ഡെപ്റ്റർ ആയിരിക്കും ആർക്ക് കൊടുക്കുക, ഒരു സെർട്ടൻ സം ഓഫ് മണി പേയ്ക്ക് കൊടുക്കുക. അതായത് ഡെപ്റ്റർ ക്രെഡിറ്ററിന് കൊടുക്കുക. ഒരു സ്പെസിഫിക് എമൗണ്ട് ഡിമാൻഡ് ടൈമിൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡേറ്റിലായിരിക്കും കൊടുക്കുക. അതിൽ വരുന്ന 2 പാർട്ടീസ് ആരൊക്കെയായിരുന്നു, ഒന്ന് മേക്കറും ഒന്ന് പേയും. മേക്കർ പറയും ആരായിരുന്നു, ഡെപ്റ്റർ. പേയ് പറയും ആരായിരുന്നു, ക്രെഡിറ്റർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ചെക്ക് ആയിരുന്നു. ചെക്ക് എന്ന് പറഞ്ഞാൽ ഒരു റിട്ടേൺ ഓർഡർ ആണ്. ഇപ്പൊ നമ്മൾ സാധാരണ നോർമലി ഇപ്പൊ എല്ലാവർക്കും അറിയുന്നതാണ്, ബാങ്കിൽ നമ്മൾ ചെക്ക് എഴുതിയിട്ട് പോകും അല്ലെ. സോ ചെക്ക് എന്ന് പറഞ്ഞാൽ ഒരു റിട്ടേൺ ഓർഡർ ആണ്. ഡ്രോയർ അതായത് അക്കൗണ്ട് ഹോൾഡർ ആയിരിക്കും. ബാങ്ക് എന്ന് പറയുമ്പോൾ ആരായിരുന്നു, ഡ്രോയി. അവരായിരിക്കും എന്ത് ചെയ്യുക, ഒരു സ്പെസിഫൈഡ് സം പേയ്ക്ക് കൊടുക്കുക. പേ എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആകാം അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി ഓർഗനൈസേഷൻ ആകാം. ഓക്കെ, ഡിമാൻഡ് ടൈമിൽ. സോ ചെക്ക് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. എന്തിനാ യൂസ് ചെയ്യുന്നിരിക്കുന്നത്, ട്രാൻസ്ഫറിങ് മണി ഫ്രം 1 അക്കൗണ്ട് ടു അനദർ, അതായത് ഒരു അക്കൗണ്ടിൽ നിന്നും വേറെ അക്കൗണ്ടിലേക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അത് എപ്പോഴാണ് പേ ചെയ്യുക, ആൻഡ് ഈസ് പേയബിൾ ഓൺ ഡിമാൻഡ്, ഡിമാൻഡ് വരുന്ന ടൈമിലായിരിക്കും എന്ത് ചെയ്യുക, പേയ്മെന്റ് നടത്തുക. ഓക്കെ, ഇപ്പൊ ചെക്ക് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ഒരു റിട്ടേൺ ഓർഡർ ആണ്.
ആക്ച്വലി അക്കൗണ്ട് ഹോൾഡർ ആണ് ആർക്ക് കൊടുക്കേണ്ട, ബാങ്കിന്, ഡ്രോയിക്ക് കൊടുക്കേണ്ട ഒരു സെർട്ടൻ സം ഓഫ് മണി. ഓക്കെ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 ആണ്. അതിൽ വരുന്നതാണ് ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്പെസിഫിക് ഡോക്യുമെന്റ് ആണ്. അതിൽ എന്താണ് സ്പെസിഫൈ ചെയ്ത പ്രകാരം നമ്മൾ പേയ്മെന്റ് നടത്തേണ്ടത്. അതിൽ വരുന്നതാണ് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ചെക്ക് ഒക്കെ. സോ ട്രാൻസ്ഫർ ചെയ്യാണ് മണി ഒരു അക്കൗണ്ടിൽ നിന്ന് വേറെ അക്കൗണ്ടിലേക്ക് ഡിമാൻഡ് ടൈമിൽ. ഓക്കെ, അതാണ് എന്ത്, ചെക്ക്. ഓക്കെ, സോ ഇവിടെ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ചെക്ക് ക്ലിയർ ആയോ? മൊഡ്യൂൾ 1 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാമോ? ഓക്കെ മാം, സീക്രട്ട് റിസർവ് നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ വീക്കായി കാണിക്കാൻ ആണ് ഉപയോഗിക്കുന്നത്. അസറ്റ് കുറച്ചോ ലൈബിലിറ്റി കൂട്ടിയോ സീക്രട്ട് റിസർവ് ക്രിയേറ്റ് ചെയ്യാം. ഇത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കാണിക്കില്ല. ആക്ച്വലി എന്താണ് സീക്രട്ട് റിസർവ് എന്ന് വെച്ചാൽ, ഓർഗനൈസേഷനിൽ ഇപ്പോൾ അണ്ടർ സ്റ്റേറ്റ് സ്റ്റോക്ക്, ഓവർ സ്റ്റേറ്റ് ലൈബിലിറ്റി എന്ന് വെച്ചാൽ അസറ്റ് കുറവായി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ലൈബിലിറ്റി കൂടുതലായി വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ സീക്രട്ടായിട്ട് കീപ്പ് ചെയ്ത ഫണ്ട് ഉണ്ട്. സോ ആ ഫണ്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക ഈ ഇഷ്യൂ റീസോൾവ് ചെയ്യാൻ. സോ എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ വീക്കാക്കി കാണിക്കാനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനല്ല. നമ്മുടെ അസറ്റ് അണ്ടർ സ്റ്റേറ്റ്, അസറ്റ് കുറവാണ്, ലൈബിലിറ്റീസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂസ് വന്നിട്ട് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സീക്രട്ട് റിസർവ് യൂസ് ചെയ്യണേ. ഓക്കെ, അല്ലാണ്ട് അസറ്റ് കുറച്ചോ ലൈബിലിറ്റി കൂട്ടിയോ സീക്രട്ട് റിസർവ് ചെയ്യാൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കാണിക്കുന്നില്ല. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ കാണിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സീക്രട്ട് റിസർവ് എന്നൊരു സംഭവം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ ബാലൻസ് ഷീറ്റിലോ നമ്മൾ 3 സ്റ്റേറ്റ്മെന്റ്സിലും സീക്രട്ട് റിസർവ് കാണിക്കുന്നില്ല. ആക്ച്വലി നമ്മൾ എന്ത് റിസർവാണ് കാണിക്കുക, ബാലൻസ് ഷീറ്റിൽ ജനറൽ റിസർവ് ആയിരിക്കും കാണിക്കുക. ഓക്കെ, അല്ലാതെ സീക്രട്ട് റിസർവ് എന്നൊരു സംഭവം ഒന്നും കാണിക്കൂല. ഞാൻ പറഞ്ഞത് സീക്രട്ട് റിസർവിന്റെ മീനിങ് അണ്ടർ സ്റ്റേറ്റ് അസറ്റ് കുറയുമ്പോഴും ലൈബിലിറ്റി കൂടുമ്പോഴും നമ്മൾ ഓർഗനൈസേഷനിൽ സീക്രട്ട് ആയിട്ട് ഒരു ഫണ്ട് റിസർവ് വെച്ചിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പം അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് സീക്രട്ട് റിസർവ് ആണ് പറഞ്ഞത്. അല്ലാതെ അസറ്റ് കുറയുമ്പോൾ ലൈബിലിറ്റി കുറയുമ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എവിടെയും കാണിക്കില്ല. ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്ന സമയത്തായിരിക്കും നമ്മൾ ഇത് യൂസ് ചെയ്യുക എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, സോ മൊഡ്യൂൾ 1 ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്നോട് ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഡൗട്ട്, അതായത് നമുക്ക് നോക്കാം. മൊഡ്യൂൾ 1 ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, മൊഡ്യൂൾ 1 ബുക്ക് കീപ്പിംഗ് ആയിരുന്നു അല്ലേ. ബുക്ക് കീപ്പിംഗ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ട്രയൽ ബാലൻസ് ആക്ച്വലി എന്തിനു വേണ്ടിയിട്ടായിരുന്നു, ടു ചെക്ക് ദ അക്യുറസി ഓഫ് ട്രയൽ ബാലൻസ്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അതായത് അക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ ഡെബിറ്റും ക്രെഡിറ്റ്, ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഓർഗനൈസേഷൻ ട്രയൽ ബാലൻസ് എന്തിനെ പ്രിപ്പയർ ചെയ്യണം, ഡെബിറ്റ് വിൽ ഓൾവേസ് ഈക്വൽ ടു ക്രെഡിറ്റ്. ഡെബിറ്റ് എപ്പോഴും ക്രെഡിറ്റിന് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, സോ അതിന്റെ അക്യുറസി ചെക്ക് ചെയ്യാനല്ല. ട്രയൽ ബാലൻസ് നമ്മൾ പ്രോഫിറ്റ് ആർ ലോസോ ജേർണൽ എൻട്രീസോ സ്റ്റോക്ക് വാല്യൂ ഒന്നും ചെക്ക് ചെയ്യാനല്ല. ഡെബിറ്റും ക്രെഡിറ്റിന്റെ അക്യുറസി ചെക്ക് ചെയ്യാനാണ് ട്രയൽ ബാലൻസ് ചെക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഡൗട്ട് ക്ലിയർ ആയോ? ഇപ്പൊ നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ചെക്ക് ആണ് ഇപ്പൊ എടുത്തോണ്ടിരുന്നത്. സോ അതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ രണ്ടുപേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾ ചോദിച്ചു മൊഡ്യൂൾ 1 ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതിപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്തു. സീക്രട്ട് റിസർവിനെ കുറിച്ച് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ക്ലിയർ ആയോ? ഓക്കെ, സോ ഇതിൽ ആക്ച്വലി വരുന്ന ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ആരൊക്കെയാണ് ഉണ്ടാവുക, ഇറ്റ് ഇൻവോൾവ്സ് ടു, ഇവിടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എയിൽ ഇറ്റ് ഇൻവോൾവ്സ് 2 പാർട്ടീസ് മേക്കർ ആൻഡ് പേയി. അതായത് ഞാൻ പ്രോമിസറി നോട്ടിലാണ് അല്ലേ. ഇറ്റ് ഇസ് അൺകണ്ടീഷണൽ പ്രോമിസ് ടു പേ സെർട്ടൻ സം ഓഫ് മണി എന്ന് പറയുമ്പോൾ എന്താണ്, പ്രോമിസറി നോട്ടാണ്. സോ ഇതിലെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ എന്താ, ഇറ്റ് റിക്വയർ അക്സെപ്റ്റൻസ് ബൈ ഡ്രോയി ടു ബിക്കം. ഇപ്പോൾ ആരെവിടെ അക്സെപ്റ്റ് ചെയ്യേണ്ടത്, ഡ്രോയി ആണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത്, ടു ബിക്കം എന്നാലേ എഫക്റ്റീവ് ആവുള്ളൂ. നമ്മുടെ ആൻസർ എന്തായിരുന്നു, ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഒരു ഓപ്ഷൻ ഡി കൊടുത്ത് ഇറ്റ് ഈസ് ഓൾവേസ് പേബിൾ ഓൺ ഡിമാൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ അതല്ല, അപ്പൊ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ഓപ്ഷൻ സി ആണ്. ഓക്കെ, സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നെക്സ്റ്റ് ആണ്, ഇൻ എ പ്രോമിസറി നോട്ട് ഹു ഇസ് എ പാർട്ടി ദാറ്റ് മേക്സ് എ പ്രോമിസ് ടു പേ. പ്രോമിസറി നോട്ടിൽ ആരാണ്, ഏത് പാർട്ടിയാണ് പ്രോമിസ് കൊടുക്കുക, പേ ചെയ്യാന്നുള്ളത്. ആരായിരുന്നു, നമുക്ക് വൃത്തിയായിട്ട് അറിയാമായിരുന്നു, മേക്കർ ആണ് അല്ലെ, പ്രോമിസർ ആണ് അല്ലെ. ഇനി നെക്സ്റ്റ് ആണ് ഡെറ്റർ കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് എ ചെക്ക്. ചെക്കിൽ ഇതിൽ ഏതാണ് ട്രൂ, ഇറ്റ് ഈസ് ഓൾവേസ് പേയബിൾ ഓൺ ഫ്യൂച്ചർ ഡേറ്റ്. ഫ്യൂച്ചർ ഡേറ്റിൽ പേ ചെയ്യും. ഈ ട്രിഗർ അക്സെപ്റ്റ് ചെയ്യും. പേയബിൾ ഓൺ ഡിമാൻഡ്. 3 പാർട്ടീസ് ആണ് ഡ്രോയും പേ. ഇതിൽ ചെക്കിലെ ട്രൂ ഏതായിരുന്നു, നമ്മുടെ ഇറ്റ് ഈസ് പേബിൾ ഓൺ ഡിമാൻഡ്. എപ്പോഴാണോ അവിടെ ഡേറ്റ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ഡിമാൻഡ് പ്രകാരം ആയിരിക്കും എന്ത് ചെയ്യുക, പേ ചെയ്യുക. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ,
ഇനി നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ ഡിഫറൻസ് ബിറ്റ്വീൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് എ പ്രോമിസറി നോട്ട്. ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രോമിസറി നോട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ 2 പാർട്ടീസ് ആണ് വരുന്നത്, ഒന്ന് പ്രോമിസറി നോട്ടിൽ 3 പാർട്ടീസ് ആണ് വരുന്നത്. ഓക്കെ, അതേപോലെ പ്രോമിസറി നോട്ടിൽ അപ്പോൾ എന്തായാലും പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിരിക്കണം. പ്രോമിസറി നോട്ടിൽ അക്സെപ്റ്റ് ചെയ്യും, ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ അക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് തന്നിരിക്കുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ഓർഡർ ടു പേ ആണ്, പ്രോമിസറി നോട്ട് എന്ന് പറയുമ്പോൾ പ്രോമിസ് ടു പേ ആണ്. പ്രോമിസറി നോട്ട് എന്ന് പറയുമ്പോൾ പേബിൾ ഡിമാൻഡ് ആണ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ പേബിൾ അറ്റ് ഫ്യൂച്ചർ ഡേറ്റ് ആണ്. നമ്മുടെ ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ സി ആണ്. എന്തായിരുന്നു ഓപ്ഷൻ സി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ അൺകണ്ടീഷണൽ ഓർഡർ പേ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ പ്രോമിസറി നോട്ട് എന്തായിരുന്നു? പ്രോമിസറി നോട്ട് എന്ന് പറയുമ്പോൾ പ്രോമിസ് ടു പേ ആണ്. ഓക്കെ, ഇതാണ് ഡിഫറൻസ് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് എന്താണെന്ന് ചോദിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇവിടെ ഇറ്റ് ഇൻവോൾവ്സ് 3 പാർട്ടീസ് ഉണ്ട്. ഡ്രോയർ ബിൽ ഓഫ് എക്സ്ചേഞ്ച് 2 പാർട്ടീസേ ഉള്ളൂ. ഓക്കെ, ഇവിടെ വൃത്തിയായി പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ പാർട്ടീസാണ് ഉള്ളത് അല്ലാത്തതെന്ന്. ഇറ്റ് ഗെറ്റ് അക്സെപ്റ്റൻസ് ബൈ ഡ്രോയി ബട്ട് ബിക്കം എഫക്റ്റീവ്. ഇറ്റ് ഓൾവേസ് പേബിൾ ഓൺ ഡിമാൻഡ്. ഇറ്റ് ഈസ് ഓൾവേസ് യൂസ്ഡ് ഇൻ ഇന്റർനാഷണൽ ട്രേഡ് ട്രാൻസാക്ഷൻ. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരുന്നു? വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്ത ഇപ്പം എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്ത എന്തായിരുന്നു? ഇറ്റ് ഈസ് ഓൾവേസ് പേബിൾ ഓൺ ഡിമാൻഡ് ആണ്. ഇതെന്തായിരുന്നു? ക്യാരക്ടറിസ്റ്റിക്സ് അല്ല. ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാ? 3 പാർട്ടീസാണ് ഉണ്ടാവുക, ഡ്രോയർ, ഡ്രോയി, പേയി. അത് അക്സെപ്റ്റ് ചെയ്യും ഡ്രോയി, അതേപോലെ ഇന്റർനാഷണൽ ട്രേഡ് ട്രാൻസാക്ഷൻ ആയിരിക്കും യൂസ് ചെയ്യുക. സോ നമ്മളിവിടെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മെയിൻ ആയി പറഞ്ഞിട്ടുണ്ട്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ 3 പാർട്ടീസ് ആണ് ഉള്ളത്, ഡ്രോയർ, ഡ്രോയി, പേയി. ഓക്കെ, സോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രോമിസറി നോട്ട് ചെക്ക് ക്ലിയർ ആയോ? സോ ഇപ്പോൾ ഈ പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ 4 മൊഡ്യൂളാണ് അതിൻ്റെ ബേസിക് കോൺസെപ്റ്റുകളും അതേപോലെ ജസ്റ്റ് അതിൻ്റെ ബേസിക്സ് ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത്. അതുവരെ ഇപ്പോൾ 4 മൊഡ്യൂൾസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഒന്ന് ജസ്റ്റ് നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒന്ന് മൊഡ്യൂൾ 5 കൂടെ നോക്കാം. സോ 6, 7, 8, 9, 10 ഒക്കെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡീപ്പായിട്ട് നന്നായി പഠിക്കാം കേട്ടോ. ഓക്കെ, സോ മൊഡ്യൂൾ 5 ഇപ്പോൾ ആക്ച്വലി നമുക്ക് സിലബസ് പ്രകാരം ഇപ്പോൾ മൊഡ്യൂൾ 5 ഇപ്പോൾ എങ്ങനെ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ മൊഡ്യൂൾ 5 എന്തായിരുന്നു? ബിൽ ഓഫ് വോയേജ് അക്കൗണ്ട് ആണ് മൊഡ്യൂൾസ് 5 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 1 ഇപ്പോൾ നമ്മൾ ബുക്ക് കീപ്പിംഗ് നോക്കി, 2 ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് നോക്കി, 3 ഡിപ്രീസിയേഷൻ, സിഗ്നിഫിക്കന്റ് ഫണ്ട്, റിസർവ് ഫണ്ട്, സീക്രട്ട് റിസർവ് നോക്കി, 4 ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രോമിസറി നോട്ട് ചെക്ക് നോക്കി, മൊഡ്യൂൾ 5 അതെ വോയേജ് അക്കൗണ്ട് നോക്കാൻ പോവുകയാണ്. ഓക്കെ, ഇനി 6, 7, 8, 9, 10 ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ലിസൺ ചെയ്യുക. അപ്പോൾ മൊഡ്യൂൾ 5 എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. മൊഡ്യൂൾ 5 ഓക്കെ, വോയേജ് അക്കൗണ്ട് ആക്ച്വലി എന്തായിരുന്നു? വോയേജ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ആരാണ് പ്രിപ്പയർ ചെയ്യുക? ഷിപ്പിംഗ് കമ്പനിയാണ് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പ്രോഫിറ്റ് ഓർ ലോസ്, അതായത് പ്രോഫിറ്റ് ആണോ ലോസ് ആണെന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏത് കമ്പനീസ് ആണ് ഈ വോയേജ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക? ഷിപ്പിംഗ് കമ്പനീസ് ആണ് പ്രിപ്പയർ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഈ വോയേജ് അക്കൗണ്ടിൽ എന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്യുക? റവന്യൂസ്, എക്സ്പെൻസ്, ഒരു പർട്ടിക്കുലർ ജേർണിന്റെ റിലേറ്റ് ചെയ്ത പ്രകാരം അതിൽ എന്തൊക്കെയാണ് റവന്യൂസ്, എക്സ്പെൻസ് വന്നിട്ടുണ്ട്, അതിൽ എത്ര ഔട്ട്വേർഡ് ഇൻവേർഡ് ഉണ്ട്, അതേപോലെ ഇതിന് പ്രിപ്പയർ ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും പ്രിപ്പയർ ചെയ്യുക ഓരോ വോയേജും, അതായത് അതിലെ ഫിനാൻഷ്യൽ പെർഫോമൻസ് അക്യുറേറ്റ്ലി അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ എന്തായിരുന്നു വോയേജ് അക്കൗണ്ട്? വോയേജ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ആരാണ് പ്രിപ്പയർ ചെയ്യുക? ഷിപ്പിംഗ് കമ്പനീസ് ആണ് പ്രിപ്പയർ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതിൽ എന്തൊക്കെ റെക്കോർഡാകും? എല്ലാ റവന്യൂസും എക്സ്പെൻസും റെക്കോർഡാകും. ഒരു പർട്ടിക്കുലർ ജേർണി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ റവന്യൂ ലോസും റെക്കോർഡാകും. അതിൽ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതാണ് എന്തൊക്കെ? ഔട്ട്വേർഡ്, പുറത്തുള്ള എക്സ്പെൻസും കാര്യങ്ങളും റവന്യൂ ഉണ്ടാകും, ഇൻവേർഡ് ഉണ്ടാകും. ഓക്കെ, ഈ അക്കൗണ്ട് ആരായിരിക്കും? സെപ്പറേറ്റ് ആയിട്ടായിരിക്കും പ്രിപ്പയർ ചെയ്യുക ഓരോ വോയേജും. ഓക്കെ, സോ ഇതിലൂടെ നമുക്ക് ഫിനാൻഷ്യൽ പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇതിന്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം.
ഇതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ് ഷുവർ ആയിട്ടും ഡീറ്റെയിൽ ക്ലാസ് തരും. ജസ്റ്റ് നമുക്ക് ഓറിയന്റേഷൻ ക്ലാസ്സിൽ ഓരോ യൂണിറ്റ് ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് ഡിസ്കസ് ചെയ്തേന്നുള്ളൂ. എങ്ങനെയായിരിക്കും ക്ലാസ്സിന്റെ ഐഡിയ കിട്ടുക, എങ്ങനെ നമ്മൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക, അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയതാണ്. ഐഡിയ ഒന്ന് ഞാൻ തന്നതാണ് കേട്ടോ. ഡീപ്പായിട്ട് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ ഓക്കെ സോ എന്തായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് പ്രിപ്പയറിംഗ് എ വോയേജ് അക്കൗണ്ട്? വോയേജ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ മെയിൻ പർപ്പസ് എന്താണ്? ആക്ച്വലി എന്തായിരുന്നു മെയിൻ പർപ്പസ് എന്ന് പറയുമ്പം ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ട് ടു ഡിറ്റർമൈൻ ഓവറോൾ ആനുവൽ പ്രോഫിറ്റ്, ടു അസർട്ടൈൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓൺ സ്പെസിഫിക് വോയേജ്, ടു കാൽക്കുലേറ്റ് ഡിപ്രീസിയേഷൻ, ടു റെക്കോർഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. എന്താ പഠിപ്പിച്ചത്? എന്തിനാ വോയേജ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണേ? ടു അസർട്ടൈൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓൺ സ്പെസിഫിക് വോയേജ്. ഓക്കെ സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, which of the following is not typically recorded as an expense in voyage account? voyage അക്കൗണ്ടിൽ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് എന്താണ് റെക്കോർഡ് ചെയ്യാത്തത്? അതെന്തായിരുന്നു? ഫ്രൈറ്റ് ചാർജസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. ഫ്രൈറ്റ് എന്ന് പറയുന്നത് ഗുഡ്സിന്റെ ചാർജ് ആണ് കേട്ടോ. അതായത് ഈ പോർട്ട് ചാർജസ്, ഷിപ്പിന്റെ ഡിപ്രിസിയേഷൻ ഓഫ് ഷിപ്പ്, ഈ ക്രൂ ചാർജസ്, ഇതൊക്കെ ക്രൂ വേജസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഷിപ്പിന് വരുന്ന അതിന്റെ വേജസ് ആണ്, അടുത്ത എംപ്ലോയീസിന് കൊടുക്കുന്ന ഈ വേജസ് ആണ് പറയുന്നത്, ഈ ക്രൂ വേജസ്. സോ അതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യും. പക്ഷെ റെക്കോർഡ് ചെയ്യാത്ത ഒരൊറ്റതാണ് എന്താ? ഫ്രൈറ്റ് ചാർജസ്. ഫ്രൈറ്റ് ചാർജസ് പറയുമ്പോൾ എന്താണ്? ഗുഡ്സിന് വരുന്ന ചാർജസ് ആണ് കേട്ടോ. ഓക്കെ ഇനി നെക്സ്റ്റ് ആണ്, ഇൻ എ വോയേജ് അക്കൗണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ക്രെഡിറ്റഡ്? വോയേജ് അക്കൗണ്ടിൽ ഏതാണ് ക്രെഡിറ്റ് ചെയ്യാന്നാണ്. ഓക്കെ സോ വോയേജ് അക്കൗണ്ട് നമ്മൾ ഏതായിരിക്കും ക്രെഡിറ്റ് ചെയ്യുക? അതായത് പോർട്ട് ചാർജസ്, ക്രൂ ചാർജ്, ഡിപ്രിസിയേഷൻ ഒക്കെ വരുന്നതാണ്. അപ്പോൾ ഏതാ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുക? ഫ്രൈറ്റ് ചാർജസ് ആണ്. എന്തൊക്കെയാണ് ഡെബിറ്റ്, എന്തൊക്കെയാണ് ക്രെഡിറ്റ് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. അത് നമ്മൾ അപ്പോൾ ഒന്നുകൂടി ഡീപ്പായിട്ട് അറിയിപ്പോൾ ജസ്റ്റ് ഇപ്പം മനസ്സിലാക്കേണ്ടത്, വോയേജ് അക്കൗണ്ടിൽ ഫ്ലൈറ്റ് ചാർജ് ക്രെഡിറ്റ് ചെയ്യും. അതായത് വോയേജ് ഷിപ്പിന് റിലേറ്റ് ചെയ്തിട്ട് ഗുഡ്സ് ഉണ്ടാവുമല്ലോ, അതായിരിക്കും ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുക. ഓക്കെ സോ ആൻസർ സി, ഫ്ലൈറ്റ് ചാർജസ്. ഇനി നെക്സ്റ്റ് ആണ്, ഹൗ ഈസ് ദ ഡിപ്രീസിയേഷൻ ഓഫ് ദ ഷിപ്പ് ട്രീറ്റഡ് ഇൻ വോയേജ് അക്കൗണ്ട്? വോയേജ് അക്കൗണ്ടിൽ എങ്ങനെയാണ് ഷിപ്പിന്റെ ഡിപ്രീസിയേഷൻ വന്നിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് കാണിക്കുക? ചാർജ്ഡ് ഫോർ ദ എൻറ്റയർ ഇയർ, ഒരു വർഷം ഫുള്ളും ചാർജ് ചെയ്യും. ഡ്യൂറേഷൻ ഓഫ് ദ വോയേജ് നോക്കും. നോട്ട് ചാർജ് ചെയ്യില്ല. ചാർജ് ഓൺലി ഇഫ് ദ വോയേജ് ഈസ് പ്രോഫിറ്റബിൾ. അതായത് വോയേജ് അക്കൗണ്ട് ഷിപ്പിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് വോയേജ് അക്കൗണ്ട് അല്ലെ, പ്രോഫിറ്റ് ആണെങ്കിൽ മാത്രമേ ചാർജ്. പക്ഷെ നമ്മുടെ ആൻസർ എന്താ? ഡ്യൂറേഷൻ ഓഫ് ആ പീരീഡ് ഓഫ് ടൈം നമ്മൾ എത്രയാണോ ചെയ്തിരിക്കുന്നത് അതിന്റെ ചാർജ് ആയിരിക്കും കൊടുക്കുക. ഓക്കെ സോ എങ്ങനെ ഡിപ്രീസിയേഷൻ നമ്മൾ ട്രീറ്റ് ചെയ്യുക? ചാർജ്ഡ് ഫോർ ദ ഡ്യൂറേഷൻ ഓഫ് ദ വോയേജ് പ്രകാരം. ഓക്കെ അത് നമ്മൾ ആ ഡ്യൂറേഷൻ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ എത്രയാണ് യൂസ് ചെയ്തത് അത് പ്രകാരമായിരിക്കും എന്ത് ചെയ്യുക? ചാർജ് ചെയ്യുക. ഓക്കെ നെക്സ്റ്റ് ആണ്, വാട്ട് ഡസ് ആൻ എക്സസ് ഓഫ് എക്സ്പെൻസ് ഓവർ ഇൻകം ഇൻ എ വോയേജ് അക്കൗണ്ട് ഇൻഡിക്കേറ്റ്? എന്ന് വെച്ചാൽ എക്സസ് ഓഫ് എക്സ്പെൻസ് ഓവർ ഇൻകം, അപ്പോൾ ഇൻകത്തിനേക്കാളും എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ വോയേജ് അക്കൗണ്ട് എന്തായിരിക്കും വരിക? പ്രോഫിറ്റ് വരുമോ, ലോസ് വരുമോ, ബ്രേക്ക് ഇവൻ പോയിന്റ് വരുമോ, നീഡ് ഫോർ അഡീഷണൽ ഫണ്ടിങ് വരുമോ? അതായത് പ്രോഫിറ്റിനേക്കാളും ഇൻകത്തിനേക്കാളും എക്സ്പെൻസ് വന്ന ഒരൊറ്റ വരും. എന്താ ആൻസർ? ഓപ്ഷൻ ബി ആണ്, ലോസ് ഓൺ വോയേജ് ആയിരിക്കും വരിക. ഓക്കെ അത് നമുക്ക് അറിയാവുന്ന കേസാണ് അല്ലേ. ഇൻകത്തിനേക്കാളും എക്സ്പെൻസ് വന്നാൽ അവിടെ ലോസ് അല്ല ഉണ്ടാവുക അല്ലേ. സോ ഇതാണ് ഇപ്പം നമ്മുടെ മൊഡ്യൂൾ 5 ഡിസ്കസ് ചെയ്തത്. ഓക്കെ അപ്പം നമ്മളിപ്പം ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാ? മൊഡ്യൂൾ 1 ബുക്ക് കീപ്പിംഗ് അപ് ടു ട്രയൽ ബാലൻസ്, മൊഡ്യൂൾ 2 ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്, മൊഡ്യൂൾ 3 ഡിപ്രീസിയേഷൻ, സിങ്കിങ് ഫണ്ട്, റിസർവ് ഫണ്ട്, സീക്രട്ട് റിസർവ്, മൊഡ്യൂൾ 4 ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട് ചെക്ക്, മൊഡ്യൂൾ 5 പോർഷൻസ് റിലേറ്റഡ് ടു വോയേജ് അക്കൗണ്ട്. ഓക്കെ ഇനി 6, 7, 8, 9, 10 ഒക്കെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്ലാസ് എങ്ങനെയാണ്, അതിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുക, ഏത് ടേമിലായിരിക്കും ക്ലാസ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തതാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് നമ്മുടെ സ്റ്റഡി പ്ലാൻ കമ്മിങ് മൺഡേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകും. സോ ഇന്നത്തെ ക്ലാസ് ഒന്ന് എല്ലാം ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ചോദിക്കുക. അതേപോലെ തന്നെ നമ്മുടെ എംഫേവർ ലേണിംഗ് ആപ്പിലെ ക്ലാസ്സസ് നിങ്ങൾ കറക്റ്റായി ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരുടെ അടുത്തും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് റെക്കമെൻഡ് ചെയ്യുക. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ് എങ്ങനെയാണ് ഡിവിഷൻ അക്കൗണ്ടന്റ് എക്സാമിന് വേണ്ടി നിങ്ങൾ ഈ ഒരു ക്ലാസ്സസ് മാത്രം ഫോളോ ചെയ്താൽ മതി, ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ സോ നമ്മൾ ഒന്നും കൂടെ ഈ ക്ലാസ്സിലോട്ട് എല്ലാവരും ജോയിൻ ചെയ്യുക. ഓക്കെ സോ ഈ എക്സാം നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് പെട്ടെന്ന് തന്നെ കയറാം. വിഷിങ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ ക്ലാസ് ഒക്കെ കറക്റ്റായി അറ്റൻഡ് ചെയ്യുക. ഇപ്പം ഇത്രയും എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയുക.
ക്ലിയർ ആയോ? അതേപോലെ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് റെസ്പോണ്ട് ഒക്കെ ചെയ്യട്ടെ. ന്യൂമറൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റുമോ? ആക്ച്വലി ഇതുവരെ ഉള്ളത് നമ്മൾ PSC ക്വസ്റ്റ്യൻസിന് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റൂല. നമ്മളിപ്പോൾ ജസ്റ്റ് നമ്മളായിരിക്കും അത് ചെയ്യുക. അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്, എങ്ങനെ സ്പീഡപ്പായി ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് സ്പീഡപ്പ് ആക്കി തരാം കേട്ടോ, ഷോർട്ട് കട്ട് മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ട്. ഓക്കെ ഓക്കെ, അപ്പം താങ്ക് യു ഓൾ. സോ വൺസ് അഗെയിൻ, സോ എല്ലാവരും ജോയിൻ ചെയ്യുക ക്ലാസ്സിലോട്ട്, എല്ലാവരോടും ഒന്ന് ഇൻഫോം ചെയ്യുക. ഓക്കെ, സോ അതേപോലെ ക്ലാസ്സിലൊക്കെ നന്നായി റെസ്പോണ്ട് ചെയ്യുക. ഉടനെ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഈ ഫയൽസ് നമ്മുടെ നോട്ട്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾ റെഫർ ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് തന്നെ ക്ലാരിഫൈ ചെയ്യുക. ഓക്കെ, സോ 100% എം ഫേവർ ലേണിംഗ് ആപ്പിലൂടെ തീർച്ചയായിട്ടും ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ ക്ലാസ്സിന്റെ 100% നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാകും എല്ലാ രീതിയിലും. സോ കറക്റ്റായിട്ട് തന്നെ ക്ലാസ് നന്നായി ഫോളോ ചെയ്ത് നോട്ട്സ് ഒക്കെ കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്ത് വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ ഡെയിലി പോകുക. ഓക്കെ, താങ്ക് യു ഓൾ. Okay, thank you.